yesterday we have seen what is modeling, അതുപോലെ തന്നെ ഈവന്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ yesterday നമ്മൾ കണ്ടു. അപ്പൊ ഇനി now we are going to decomposing the system. Decomposing the system, here there are two topics: system design and advanced object design. System design and advanced object design. System design എന്നിവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് you are going to decompose the system. Decompose the system എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ആദ്യം പറഞ്ഞു നമ്മൾ ഒരു first we have made an analysis. നമ്മളൊരു അനാലിസിസ് നടത്തും. ഈ അനാലിസിസ് നടത്തി കഴിയുമ്പോൾ വി ഗെറ്റ് സ്റ്റാറ്റിക് മോഡൽ, അതായത് വി ഗെറ്റ് only ക്ലാസ്സസ്. അത് കഴിഞ്ഞിട്ട് ഈ ക്ലാസ്സസിനെ ആക്റ്റീവ് ആക്കി ഈ ക്ലാസ്സസിനെ വർക്കിംഗ് സ്ട്രക്ചേഴ്സ് ആക്കി മാറ്റുന്നതാണ് ഒബ്ജക്ട് ഡിസൈൻ. ഫസ്റ്റ് സിസ്റ്റം ഡിസൈൻ ആണ്. സിസ്റ്റം ഡിസൈനിൽ വി ആർ ഗോയിങ് ടു ഡീകമ്പോസ് അവർ സിസ്റ്റം. മറ്റേ ഒബ്ജക്ട് ഡിസൈനിൽ we convert our classes to working objects. ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം സിസ്റ്റം ഡിസൈൻ എന്ന് പറയുമ്പോൾ ഡീകമ്പോസ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം 3 tier ആർക്കിടെക്ചർ. ഒരു സപ്പോസ് there is a system, there is a software system, there is a front end, there is a middle layer, there is a back end. Front end is the place where user interact with the system. Middle layer is the place where the logic is written. Backend is where the database resides. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഫ്രണ്ട് എൻഡ് യൂസർ ഇന്ററാക്ട് ചെയ്യുന്നത്. മോസ്റ്റ് പ്രോബ്ലി അത് ജാവാസ്ക്രിപ്റ്റ് പോലുള്ളത് എഴുതി വെക്കും. ഇടയ്ക്കുള്ളിടത്താണ് ബിസിനസ് ലോജിക്. ദാറ്റ് ഇസ് കോൾഡ് മിഡിൽ ലെയർ. Then there is backend. This backend is database. അപ്പൊ ഇത് മൂന്നും കൂടെ ചേർത്ത് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് എടുക്കുന്നിടത്താണ് നമ്മൾ ഇവിടെ സിസ്റ്റം ഡിസൈൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് നമ്മളിപ്പോ ഇന്നലെ പറഞ്ഞ അത്രയും ക്ലാസ്സസിനെ കണ്ടു, അതുപോലെ തന്നെ ഈ ക്ലാസ്സസിന്റെ ഈവൻസിനെ കണ്ടു, ക്ലാസ്സസും ഈവൻസും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു, അതൊക്കെ പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, സിസ്റ്റത്തിനെ യു ഹാവ് ടു എഫിഷ്യന്റ്ലി മോഡുലറൈസ്, എഫിഷ്യന്റ്ലി ഡീകമ്പോസ്. അങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യുമ്പോൾ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഒരു ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് വിച്ച് ഡേറ്റാബേസ് യു ആർ ഗോയിങ് ടു യൂസ്. അതുപോലെ തന്നെ there are parallel executing procedures. ഈ parallelly executing procedures വരുമ്പോൾ you have to use multi-threading. multi-threading ഇതിനകത്ത് വരും. ഡേറ്റാബേസിനെ പറ്റിയുള്ള കൺസെപ്റ്റ് ഇതിനകത്ത് വരും. മെയിൻ ആയിട്ടും ഇത് രണ്ടെണ്ണമാണ് ഇവിടെ വരുന്നത്. ഇത് കൂടാതെ our system has to interact with the external world. അതായത് ഒരു സിസ്റ്റത്തിന് ലോട്ട് ഓഫ് പ്രോബ്ലംസ് വരാം. ഫോർ എക്സാമ്പിൾ പിന്നെ ഒരു എക്സെപ്ഷൻ, അതായത് എറേഴ്സ് ഉണ്ടാകാം. ഈ എറേഴ്സ് നമ്മുടെ പ്രോഗ്രാമിന്റെ എറേഴ്സ് മാത്രമല്ല, ദാറ്റ് എറർ മേ ബി കോസ്ഡ് ബൈ system failure, hardware fault, or software fault which is beyond our control. For example, വിൻഡോസിൽ വരാവുന്ന ഒരു ഫോൾട്ട്. അപ്പൊ ഇത്രയും ഫോൾട്ടുകൾ നമ്മുടെ ഒരു സിസ്റ്റത്തിൽ വരാം. അപ്പൊ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നു, കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ക്ലാസ്സസ് ഒക്കെ ഉണ്ടാക്കി, there are messages, അതുപോലെ അസോസിയേഷൻസ്, ഇന്ററാക്ഷൻസ്, അതുപോലെ എല്ലാ ഡയഗ്രാംസും വരച്ചു. ഇന്ററാക്ഷൻ ഡയഗ്രാം, അതുപോലെ തന്നെ ഒടുവിൽ പറഞ്ഞ DFD, ഈവൻ മോഡലിങ്, ആക്ഷൻ ഡിസൈനർ ആണ്, ഐറ്റംസ് ആണ്, ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു മേക്ക് ഡീകമ്പോസ്. അപ്പൊ ഈ ഇത് ഡീകമ്പോസ് ചെയ്യുമ്പോൾ രണ്ട് പ്രോപ്പർട്ടിയെ പറ്റി പറയുന്നുണ്ട്, കൊഹഷനും കപ്ലിംഗ്. കൊഹഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിത്തിൻ എ സിസ്റ്റം ടൈറ്റ്ലി കപ്പിൾഡ് ആയിരിക്കണം, അതേസമയം തന്നെ ഇത് ലൂസ്ലി ഇതുമായിരിക്കണം. അതായത് കൊഹഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് സ്റ്റാൻഡ് ചെയ്യണം, അതേസമയം തന്നെ ഇവയെ കപ്പിൾ ചെയ്യണം.
അതിന്റെ ഒരു ഇത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ നമ്മുടെ പ്രോജക്റ്റിനെ ഇതാക്കി തിരിച്ചു കഴിഞ്ഞാൽ കമ്പോണൻസ് എടുത്തു കഴിയുന്ന ഉടനെ തന്നെ നമ്മൾ പറയുകയാണ് പിന്നെ എന്താണ്, ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു പാരലലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സസ് ഉണ്ടോ. If there are parallel processes in our system, you must use multi-threading. അവിടാണ് മൾട്ടി ത്രെഡിങ്ങിനെ പറ്റിയുള്ള കൺസെപ്റ്റ് വരുന്നത്. നമ്പർ ഓഫ് ഇത് പാരലലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. യു ആർ ഗോയിങ് ടു യൂസ് മൾട്ടി ത്രെഡിങ്. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ഇത് വരുന്നു, ഹാർഡ്വെയറിന് ഫോൾട്ട് വരുന്നു, സോഫ്റ്റ്വെയറിന് ഫോൾട്ട് വരുന്നു, പ്രോഗ്രാം ലോജിക്ക് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഫെയിൽ ആകുന്നു. അപ്പോഴൊന്നും അബ്രപ്റ്റ് ആയിട്ട് സിസ്റ്റം നിൽക്കരുത്. അതെ, അബ്രപ്റ്റ് സ്റ്റോപ്പേജ് ഓഫ് സിസ്റ്റം അവോയ്ഡ് ചെയ്യാനാണ് ശരിക്കും നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് യൂസ് ചെയ്യുക. അവിടെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് യൂസ് ചെയ്യണം. അപ്പം ഇത്രയും കാര്യങ്ങൾ അവിടെ. പിന്നെ അഡ്വാൻസ്ഡ് ഒബ്ജക്ട് ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേന് യു ഹാവ് ടു യൂസ് ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്ത്, ഇൻഹെറിറ്റൻസ് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ക്ലാസ്സസിനെ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം. ഇൻഹെറിറ്റൻസിന്റെ ഫോർമാറ്റ് ഇല്ലാത്ത ഒരു സിസ്റ്റം എന്ന് പറയുന്നത് വിൽ ബി ഇൻഎഫിഷ്യന്റ്. അതാണ് അഡ്വാൻസ്ഡ് ഒബ്ജക്ട് ഡിസൈൻ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെ പറ്റി നമുക്കൊന്ന് അതിന്റെ ഒരു റെപ്രസെന്റേഷൻ കണ്ടിട്ട് 2-3 പ്രോഗ്രാംസ് നോക്കണം. പ്രോഗ്രാംസ് നോക്കുക എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ നമുക്ക് നോക്കേണ്ട മെയിൻ പ്രോഗ്രാംസ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങും മൾട്ടി ത്രെഡിങ്ങും. അപ്പൊ ഞാൻ പറഞ്ഞു, മൾട്ടി ത്രെഡിങ് എന്ന് പറയുന്നത് ദ വേ ഇൻ വിച്ച് അനൂപ്സ് implement parallel processing. Thread may be more or less a process. അപ്പം നമ്പർ ഓഫ് ത്രെഡ്സ് സൈമിൾട്ടേനിയസ് ആയിട്ട് വരും. സൈമിൾട്ടേനിയസ് ആയിട്ട് വരുന്ന ത്രെഡിനിടയ്ക്ക് ചെറിയ ഗ്യാപ്പ്. അപ്പോൾ നമുക്ക് വേണ്ടത്, സപ്പോസ് എ ത്രെഡ് ഈസ് ക്യാരിയിങ് എ ഫങ്ഷൻ, ക്യാരിയിങ് എ റിസോഴ്സ്. ഫങ്ഷൻ എന്ന് പറയുന്നതിനേക്കാളും ക്യാരിയിങ് എ റിസോഴ്സ്. ദാറ്റ് മേ ബി മെമ്മറി, ദാറ്റ് മേ ബി പ്രിന്റർ, എന്ത് വേണേയാണ്. അത് ക്യാരി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ റിസോഴ്സിനെ ആ ക്യാരി ചെയ്യുന്ന ത്രെഡിന് വേണ്ടതായ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ട് മാത്രമേ ആ റിസോഴ്സ് റിലീസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഒരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഒരു ഫംഗ്ഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നു, v=u+at എന്നൊരു ഫംഗ്ഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രിന്റർ എടുത്തിരിക്കും, ഒരു പർട്ടിക്കുലർ റിസോഴ്സ് ഒരു പ്രിന്റർ എടുത്തിരിക്കുക, എന്നിട്ട് ആ റിസോഴ്സ് പ്രിന്റ് ചെയ്യുക. ജാവ ഇതിന് പ്രയോറിറ്റി, അത് ജാവയ്ക്ക് ഒരു സെറ്റ്, അത് ഇപ്പൊ ഇതിനകത്ത് എനിക്ക് പറയുന്നില്ല, സെറ്റ് പ്രയോറിറ്റി ഇതിനകത്ത് പറയാം. 13 നമുക്ക് പ്രയോറിറ്റി കൊടുക്കാം. അപ്പം ജാവ ബൈ ഡീഫോൾട്ട് ഒരു പ്രയോറിറ്റി എല്ലാത്തിനും കൊടുക്കും. ഇത് യൂസറായിട്ടുള്ള നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. ജാവ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നു. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു പ്രയോറിറ്റി കൊടുക്കും. പലപ്പോഴും ദ പ്രയോറിറ്റി ഗിവൺ ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൽ സൂപ്പർസീഡ് ദ ലാംഗ്വേജ് പ്രയോറിറ്റി. അങ്ങനെ വരുമ്പോൾ ഒരു ജാവ ഒരു പ്രയോറിറ്റി കൊടുത്ത് ഒരു സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ OS വേറൊരു പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ that resource will be removed from that particular process. അപ്പം ഫോൾട്ട് ആയി. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ സിങ്ക്രോണൈസ്ഡ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യും. ഇത് ഡീകമ്പോസിഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ മറ്റൊന്ന് നിങ്ങൾ പറയുന്നുണ്ട്, ഡീകമ്പോസിഷനിൽ ഇപ്പൊ ഡീകമ്പോസ് ചെയ്യുമ്പോൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ഒരു ഓൾഡ് പ്രോജക്റ്റ് ആയിരിക്കും നിങ്ങൾ ഡീകമ്പോസ് ചെയ്യും. ഈ ഓൾഡ് പ്രോജക്ട്സിൽ ഫോർ എക്സാമ്പിൾ ഒരു സിയിൽ എഴുതിയ പ്രോഗ്രാം. അപ്പൊ സിയിൽ എഴുതിയ പ്രോഗ്രാം, സിക്ക് ദർ ഇസ് നോ ഒബ്ജക്റ്റ് ഓറിയന്റഡ് അപ്രോച്ച്, പക്ക പ്രൊസീജിയറൽ അപ്രോച്ച്. അപ്പൊ എന്ത് വേണ്ടി വരും? യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാം ടു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ്. അങ്ങനെ അല്ലാതെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചെയ്യാം. അതായത് ഇപ്പൊ സി ലാംഗ്വേജിൽ വലിയ ഒരുപാട് ട്രഡീഷണൽ ഇത് കോഡുണ്ട് എന്ന് വിചാരിച്ചു. അതപ്പം അത് ശരിക്കും അത് ബുദ്ധിമുട്ടാണ്, എങ്കിലും നമുക്ക് അത് തമ്മിൽ ഇന്റർഫേസ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മളിപ്പോ ഇന്ന് നോക്കാൻ പോകുന്നത് 2 ടോപ്പിക്കാണ്. ഒന്ന് അഡ്വാൻസ്ഡ് ഒബ്ജക്ട് ഡിസൈനും, മറ്റേത് ഈ പറഞ്ഞ പോലെ ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വലിയൊരു പ്രോജക്റ്റിനെ, വലിയൊരു സിസ്റ്റത്തെ ഏറെക്കുറെ എല്ലാം സെറ്റപ്പ് ആക്കി കഴിഞ്ഞ ഒരു സിസ്റ്റത്തിനെ
യു ഹാവ് ടു എന്താ പറയണ്ടേ, പിന്നെ ഇത് ചെയ്യണം, പിന്നെ ഡീകമ്പോസ് ചെയ്ത് എഫിഷ്യൻ്റ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യണം. ഇങ്ങനെ ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് യു മേ ഫേസ് സെവറൽ പ്രോബ്ലംസ് സച്ച് ആസ് വിച്ച് ഡേറ്റാബേസ് യു ആർ ഗോയിങ് ടു യൂസ്. അപ്പൊ ഡേറ്റാബേസ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഫ്രണ്ട് എൻഡിൽ ഒരു യൂസർ സ്ക്രീനും ഇടയ്ക്ക് ഒരു ബിസിനസ് ലോജിക്കും ബാക്കിലാണ് ഈ ഡേറ്റാബേസ്. അപ്പൊ ഈ ഡേറ്റാബേസിനെ നേരിട്ട് ആക്സസ് ചെയ്യുന്നു. ഒരു യൂസറായ നിങ്ങൾ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, ബിസിനസ് ലോജിക് അത് കമ്പ്യൂട്ട് ചെയ്യുന്നു, ഡേറ്റാബേസിനോട് സെർച്ച് ചെയ്യും. ദാറ്റ് ഡേറ്റാബേസ് വിൽ ഗിവ് ദി ആൻസർ ആൻഡ് യു വിൽ ബി സപ്ലൈഡ് വിത്ത് ദ ആൻസർ ബൈ ദ ബിസിനസ് ലോജിക്. അപ്പൊ ഇവിടെ ഡേറ്റാബേസിന്റെ കാര്യത്തിൽ വരുന്ന ഒരു കാര്യം, ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് അപ്രോച്ചും ഉണ്ട്, സാധാരണ അപ്രോച്ചും. നമ്മള് ഇപ്പോഴത്തെ മോഡേൺ സിസ്റ്റംസ് ഒക്കെ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് അപ്രോച്ച് യൂസ് ചെയ്യും. അതായത് യു ആർ യൂസിങ് ടേബിൾസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ നിങ്ങളുടെ 4-5 ഇതുണ്ടല്ലോ, ബോയ്സ് കോഡ്, അങ്ങനത്തെ ഇതുകളെല്ലാം യൂസ് ചെയ്യുന്ന ഡേറ്റാബേസസ് ആയിരിക്കും നിങ്ങൾക്കുള്ളത്. പിന്നെ പ്രൈമറി കീ ഉണ്ട്, സെക്കൻഡറി കീ ഉണ്ട്, അതുപോലെ തന്നെ ഇതുപോലെ ഇൻഡിപെൻഡൻസ് ഉണ്ട്, പിന്നെ ട്രാൻസിറ്റീവ് ഡിപെൻഡൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റാബേസ് ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യാൻ പോകും. എക്സിസ്റ്റിംഗ് ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ, അതായത് എന്തുകൊണ്ട് ഡേറ്റാബേസിനെ ഡീകമ്പോസ് ചെയ്ത് വേറെ ആക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് യു വാണ്ട് ടു എന്താ പറയേണ്ടത്, റെനോവേറ്റ് യുവർ പ്രോജക്റ്റ്, മോഡിഫൈ യുവർ പ്രോജക്റ്റ്, then you can simply replace by one database with another database. But the condition ullu, the logic you are using to extract data from that database must must not be data aware. Data aware and database aware. Database aware allatha database independent ആയിട്ടുള്ള കമാൻഡ്സ് യൂസ് ചെയ്യും. അങ്ങനത്തെ കമാൻഡ്സ് യൂസ് ചെയ്താൽ യു ക്യാൻ ഡീകമ്പോസ് ഇൻ ദാറ്റ് വേ. പിന്നെ ഉള്ളതാണ് ഈ പറഞ്ഞ പോലെ മൾട്ടി ത്രെഡിങ്. അപ്പൊ ഈ 3 കാര്യങ്ങളും അതിനകത്ത് വരണം. മൾട്ടി ത്രെഡിങ് വരണം, ഡേറ്റാബേസ് വരണം, ഫ്രണ്ട് എൻഡ് വരണം, ഡേറ്റാബേസ് ഏത് ഡേറ്റാബേസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് പറയണം, ആ ഡേറ്റാബേസിലെ പിന്നെ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കണം. അങ്ങനത്തെ എല്ലാ സംഗതികളും നിങ്ങൾ ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് വേണം. പിന്നെ ഒബ്ജക്റ്റ് ഡിസൈൻ വരുന്ന സമയത്ത് എഗെയിൻ ഇൻഹെറിറ്റൻസ് ഉണ്ടാവും. ഒബ്ജക്റ്റ് ഡിസൈൻ വരിക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞ ഡേറ്റാബേസ് ഒബ്ജക്റ്റ് ആയിട്ട് വരും. അപ്പൊ ശരിക്കും മിഡിൽ ലെയർ ബിസിനസ് ലോജിക്കിൽ ആക്ച്വലി the interaction is between when the business logic take data from database, there also there is message passing between objects in business logic and object in database. Object in business logic and object in database. അപ്പം ഈ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പം ആദ്യം പറയുന്നത് ശ്രദ്ധിക്കുക, സിസ്റ്റം ഡിസൈനർ കൺവേർട്സ് അനാലിസിസ് ഒബ്ജക്ട് മോഡൽ into design object model by utilizing function model and dynamic model. അപ്പൊ നമ്മൾ കണ്ടു ഫങ്ഷൻ മോഡൽ മീൻസ് നമ്മൾ ആ DFD ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം കൂടെ വരച്ച് ഒരു സാധനം കണ്ടു, അതിന് കുറച്ച് ഇതുണ്ട്. അതുപോലെ തന്നെ ഡൈനാമിക് മോഡൽ എന്ന് പറഞ്ഞാൽ ഈവൻ മോഡൽ തന്നെ. സിഗ്നൽസ് കൊടുത്തു, സിഗ്നൽസിനെ റെപ്രസെന്റ് ചെയ്തു, ഹൗ ടു ഇന്ററാക്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഡൈനാമിക് മോഡലായി. അങ്ങനെ ഈ ഫങ്ഷണൽ മോഡലും ഡൈനാമിക് മോഡലും യൂസ് ചെയ്തുകൊണ്ട് അനാലിസിസ് ഒബ്ജക്ട് മോഡൽ, റിക്വയർമെന്റ് അനാലിസിസ് കഴിയുന്നതിന് തന്നെ ഉണ്ടാക്കുന്ന ഒബ്ജക്ട് മോഡലിനെ പിന്നെ ഇത് ചെയ്യുന്നതിനെയാണ് സിസ്റ്റം ഡിസൈൻ എന്ന് പറയുന്നത്.
കൺവെൻഷണൽ രീതിയിലുള്ള സിസ്റ്റം ഡിസൈൻ എന്നുള്ള മീനിങ് അല്ല നമ്മളിവിടെ യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ യൂസ് ചെയ്യേണ്ട മെത്തേഡാണ് ആദ്യം ഡിസൈൻ ഗോൾസ് പറയാം, പിന്നെ ഡീകമ്പോസ് ഫങ്ഷണൽ ആൻഡ് ഡൈനാമിക് മോഡൽ ഡെവലപ്പ് ഡ്യൂറിങ് അനാലിസിസ് ഫേസ്. ഇന്നലെ പറഞ്ഞു ഫങ്ഷണൽ മോഡൽ പറഞ്ഞു, ഡൈനാമിക് മോഡൽ പറഞ്ഞു. ആ സമയത്തുണ്ടാക്കിയ അതിനെ സിസ്റ്റം ഇനീഷ്യ ഷട്ടിങ് ഡൗൺ. ഇവിടാണ് ആ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, ഈ ലാസ്റ്റ് പറഞ്ഞ പോയിന്റിലാണ് പിന്നെ എറേഴ്സ് വരാറുള്ളത്. അതായത് ബൗണ്ടറി കണ്ടീഷൻസ് എന്നാണ് ഇത് പറയുന്നത്. എക്സ്റ്റേണൽ ഇതുമായിട്ട് ഇത് ചെയ്യുന്ന ആ ബൗണ്ടറി കണ്ടീഷൻസ്, അതായത് അബ്നോർമൽ ഷട്ട് ഡൗൺ, അല്ലെ സ്റ്റാർട്ടിങ്ങിന്റെ ഒരു ട്രബിൾ, ഹാർഡ്വെയർ ഫോൾട്ട്, ഇതെല്ലാം ബൗണ്ടറി കണ്ടീഷനാണ്. ഇതിനൊക്കെയും എക്സെപ്ഷൻ ഉണ്ട്. ഈ ഫോർച്ചുനേറ്റ്ലി ഒബ്ജക്റ്റ് ഓറിയന്റൽ ലാംഗ്വേജസ് എല്ലാം തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ബിൽറ്റ് ഇൻ എക്സെപ്ഷൻസോട് കൂടിയാണ് ഇരിക്കുന്നത്. അപ്പൊ ആ എക്സെപ്ഷൻസ് യൂസ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. അപ്പൊ ഒരു സപ്പോസ് ദർ ഇസ് എ ഹാർഡ്വെയർ പ്രോബ്ലം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എക്സെപ്ഷൻ പക്ഷെ only thing is that you must give code for that exception. അപ്പൊ ആ എക്സെപ്ഷൻ സംഭവിക്കും, ദിസ് എക്സെപ്ഷൻ ഹാപ്പൻഡ് എന്നും പറഞ്ഞ് അതിങ്ങോട്ട് മെസ്സേജ് പറയും. ഓക്കെ, ഇത് തന്നെ പറയാണ് റിക്വയർമെന്റ് അനാലിസിസ്, സിസ്റ്റം ഡിസൈൻ, ഒബ്ജക്റ്റീവ് അനാലിസിസ് മോഡൽ, ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ് എന്ന് പറയുന്നതാണ് ഇവിടെ ഒരു വ്യത്യാസം. നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ് മീൻസ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്. ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റും ഹാൻഡിൽ ചെയ്യേണ്ടത് ഡീകമ്പോസിഷൻ സമയത്താണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഇതിന്റെ യൂസർ, നമ്മൾ ആദ്യം ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്തു. അപ്പൊ യൂസർ ഇതിനെപ്പറ്റി ടെക്നിക്കലായിട്ട് വളരെ അവെയർ ആളാണ് യൂസർ എന്നുള്ള രീതിയിലാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ യു ഹാവ് ടു മോഡിഫൈ സ്പെസിഫിക് മൊഡ്യൂൾസ്. അതാണ് ഇതിനകത്ത് ഇത്. ഇപ്പം നോൺ ഫങ്ഷൻ റിക്വയർമെന്റ് ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് പറയുന്ന പോലെ തന്നെ ഫങ്ഷണൽ മോഡലുണ്ട്, അനാലിസിസ് മോഡലുണ്ട്, ഡൈനാമിക് മോഡലുണ്ട്, ഒബ്ജക്റ്റ്, ഇതെല്ലാം കൂടെ ചെന്ന് ഈ സിസ്റ്റം ഡിസൈൻ വെച്ചാണ് ഇത് ഫൈനലായിട്ട് ഇത് ചെയ്യേണ്ടത്. അവിടെ എക്സെപ്ഷൻസും എല്ലാം പറഞ്ഞു കൊടുക്കണം. സെയിം നോൺ ഫങ്ഷൻ റിക്വയർമെന്റ്. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് റീയൂസബിൾ, recognizable off-shelf components and reusable software packages available as subsystems. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞത്, നമ്മളിപ്പോ ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്ന DLLs, അല്ലെങ്കിൽ ഇപ്പം സാധാരണ രീതിയിൽ പറഞ്ഞാൽ ഇപ്പം ജാവയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലെ പാക്കേജസ്, ഇതെല്ലാം ഓഫ് ഷെൽഫ് കമ്പോണൻസ് ആണ്. അതായത് നമ്മൾ അതൊന്നും ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ഒരു സ്റ്റാൻഡ് അലോൺ പ്രോജക്റ്റ് അല്ല. യു ക്യാൻ യൂസ് ഇത്. അതാണ് അതിനകത്ത്. അതിപ്പോ പൈത്തൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇപ്പൊ NumPy ഉണ്ടല്ലോ, NumPy അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ അപ്പൊ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. അതിന്റെ തന്നെ ആ പ്രോംപ്റ്റില് NumPy ഇൻസ്റ്റാൾ ചെയ്യും, ഉടനെ തന്നെ അതിന്റെ ഇത് ഡൗൺലോഡ് ആകും. അത് ശരിക്കും അങ്ങനത്തെ കമ്പോണൻസ് ആണ്, റീയൂസബിൾ സോഫ്റ്റ്വെയർ പാക്കേജസ്. നമ്മുടെ അതെല്ലാം റീയൂസബിൾ സോഫ്റ്റ്വെയർ പാക്കേജസ് ആണ്. നമ്മുടെ പാക്കേജസ് എല്ലാം തന്നെ java.io, java.awt.star, ഇങ്ങനത്തെ ജാവയിലുള്ളത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ NumPy, പിന്നെ അതിന്റെ ഗ്രാഫിക്കൽ ഇതുണ്ടല്ലോ, മറ്റേ ഈ പൈത്തണിലുള്ള ഗ്രാഫിക്കൽ ഇന്റർഫേസുകൾ, ഇതെല്ലാം റീയൂസബിൾ ആണ്. പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ നെറ്റ്വർക്ക് എൻവയൺമെന്റ്. ഡിസ്ട്രിബ്യൂട്ടഡ് എൻവയൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നമ്മളൊരു സെർവറിൽ നിൽക്കുന്നു, സെർവറിൽ നിന്ന് വളരെ ദൂരെയായിട്ട് ക്ലയന്റ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അത് സാധാരണ രീതി പറയും. ഇതല്ലാതെ ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ എന്ന് പറയും. റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ മീൻസ് ഇപ്പൊ നിങ്ങളുടെ സിസ്റ്റത്തിന് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ട്, നിങ്ങളുടെ സിസ്റ്റത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല. only you send the program to another system, അത് കമ്പ്യൂട്ട് ചെയ്ത് ഇങ്ങോട്ടായി. അതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഇതുപോലെ തന്നെ നെറ്റ്വർക്ക് എൻവയൺമെന്റ്, നമുക്കറിയാം ഒബ്വിയസ് നെറ്റ്വർക്ക് എൻവയൺമെന്റ്. ആ എൻവയൺമെന്റിൽ ഫോക്കസ് ചെയ്യും. ഇതും ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട ഒന്നാണ് നെറ്റ്വർക്കിങ്ങിനെ പറ്റിയത്. അതിന് നെറ്റ്വർക്കിന്റെ ഇപ്പൊ ഇമ്പോർട്ട് java.net.star,
അത് കൊടുത്തു കഴിഞ്ഞാൽ നെറ്റ്വർക്കിന്റെ എല്ലാ ഫീച്ചേഴ്സും അതിനകത്തുണ്ട്. പിന്നെ പോർട്ടുകളുണ്ട്, അതുപോലെ തന്നെ ഇതുണ്ട്. പിന്നെ പറയുന്നതാണ് പെർസിസ്റ്റന്റ് ഡേറ്റ. പെർസിസ്റ്റന്റ് ഡേറ്റ പല സിറ്റുവേഷനിൽ പലതായിട്ട് പറയും. എങ്കിലും ഒന്ന് സാധാരണ നമ്മുടെ ഡേറ്റാബേസ് തന്നെ. ഇത് കൂടാതെ ഇപ്പൊ ഒരു വലിയ കാറ്റലോഗ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാറ്റലോഗ് ഫ്രണ്ട് എൻഡിൽ നിന്നായിരിക്കുമല്ലോ ആക്സസ് ചെയ്യും. ഈ കാറ്റലോഗിലെ ഡേറ്റ പ്രോഗ്രാം അങ്ങ് നിന്ന് കഴിഞ്ഞിട്ടും ഈ കാറ്റലോഗിലെ ഡേറ്റ ഉണ്ട്. അപ്പൊ പെർസിസ്റ്റന്റ് ഡേറ്റ എന്ത് ചെയ്യണം? അത് അങ്ങനെ തന്നെ നിർത്തി കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ഞാൻ ഇത് കാണിക്കുമ്പോൾ അറിയാം. ഫ്രണ്ടിൽ അത് അതിന്റെ ഒരു ഇതുണ്ട്, ഇപ്പൊ കാണിക്കാം. പിന്നെ ആക്സസ് സെക്യൂരിറ്റി ആണ് പറയുന്നത്. ആക്സസ് കൺട്രോൾ പോളിസി ഇൻ മൾട്ടി യൂസർ എൻവയൺമെന്റ്. ഇൻ മൾട്ടി യൂസർ എൻവയൺമെന്റ് സെക്യൂരിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആ സെക്യൂരിറ്റിയുടെ ഫീച്ചേഴ്സും നമ്മൾ ഈ പറയുന്ന ഡീകോമ്പോസിഷൻ, അതായത് സിസ്റ്റം ഡിസൈൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ഡീകോമ്പോസിഷൻ. സാധാരണ അർത്ഥത്തിലുള്ള ഒരു സിസ്റ്റം ഡിസൈൻ ഈസ് നോട്ട് അവൈലബിൾ ഇൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് അപ്രോച്ച്. അപ്പൊ ഈ ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പ്രോബ്ലം അഡ്രസ് ചെയ്യണം. വിച്ച് പ്രോബ്ലം? സെക്യൂരിറ്റി പ്രോബ്ലമിനെ മൾട്ടി യൂസർ എൻവയൺമെന്റ്. പിന്നെ ഇന്റർഫേസിനെ ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ പറയുന്ന ഇന്റർഫേസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിന്റെ ഇന്റർഫേസ് അല്ല, ഈ ഇന്നലെ പറഞ്ഞ കമ്പോണൻസ് തമ്മിലുള്ള ഇന്റർഫേസ്. പിന്നെ ബൗണ്ടറി കണ്ടീഷൻസ്. ബൗണ്ടറി കണ്ടീഷൻസ് മീൻ സ്റ്റാർട്ടപ്പ്, ഷട്ട് ഡൗൺ, ഇനീഷ്യേറ്റ്, എക്സിക്യൂഷൻ ഒക്കെ. ഈ സ്റ്റാർട്ടപ്പിലെ, ഷട്ട് ഡൗണിലെ, ഇനീഷ്യേറ്റിലെ, എക്സിക്യൂഷനിലെ ഈ വരുന്ന പ്രോബ്ലംസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് അവർ ബൗണ്ട്സ്, നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ ഫോർച്ചുനേറ്റ്ലി there are built-in exceptions provided. At least we can see what happens. അതായത് നമ്മുടെ പ്രോഗ്രാമിന്റെയോ പ്രോജക്റ്റിന്റെയോ പ്രശ്നമല്ല, നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത പ്രോജക്റ്റിന്റെയോ അല്ലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിന്റെയോ പ്രശ്നമല്ല. ഇറ്റ് ഈസ് എ സിസ്റ്റം പ്രോബ്ലം എന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇത് വെറുതെ ഒരു യൂസർ മാനേജ്മെന്റ്, പർച്ചേസ് മാനേജ്മെന്റ്, പ്രോഡക്റ്റ് ഗാലറി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിനെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് പാർട്ടീഷൻ ചെയ്തിരിക്കുക. പിന്നെ കസ്റ്റമർ ലോഗിൻ സെഷൻ, ഷോപ്പിംഗ് കാർട്ട്, പർച്ചേസ് ഓർഡർ, പേയ്മെന്റ് ഗേറ്റ്വേ, ഷിപ്മെന്റ് ഡെലിവറി, ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് തിരിച്ചിരിക്കുകയാണ് കസ്റ്റമർ. പിന്നെ കസ്റ്റമർ ലോഗിന് പർച്ചേസ് ഓർഡർ ലോഗിൻ ചെയ്തു, പർച്ചേസ് ഓർഡർ കിട്ടി, പേയ്മെന്റ് ഗേറ്റ്വേ കൊടുത്തു, പ്രോഡക്റ്റ് ഗാലറിയിലേക്ക് വന്നു. ഈ പ്രോഡക്റ്റ് ഗാലറിയിൽ കാണുന്ന ഡേറ്റ, ഈ പ്രോഡക്റ്റ് ഗാലറി എന്ന് പറയുന്നത് കാണിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് പെർസിസ്റ്റന്റ് ഡേറ്റ. ആ പെർസിസ്റ്റന്റ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഗാലറി അൺലെസ് യു റിമൂവ് വൺ ഐറ്റം, നിങ്ങളൊരു ഐറ്റം റിമൂവ് ചെയ്യുന്നില്ലെങ്കിൽ അതിനകത്ത് പെർസിസ്റ്റന്റ് ഡേറ്റയാണ്. ഇതുപോലെ തന്നെ പെർസിസ്റ്റന്റ് ഡേറ്റ ഡേറ്റാബേസിലും വരും. ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കൊഹഷൻ ഇൻഡിക്കേറ്റ്സ് ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസ് വിത്തിൻ എ സബ്സിസ്റ്റം. കപ്ലിംഗ് ഡിപ്പെൻഡൻസ് എമോങ്, അതായത് ഈ ഇൻഡിപെൻഡൻസ് എന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാക്കാണ്. ഇൻഡിക്കേറ്റ്സ് ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസ് വിത്തിൻ എ സബ്സിസ്റ്റം എന്ന് പറഞ്ഞാൽ കൊഹഷനിലെ എലമെന്റ്സ് എല്ലാം വേറെ വേറെ ഇൻഡിപെൻഡന്റ് ആണെന്നല്ല ഇത്. കൊഹഷൻ എന്ന് പറയുന്ന സബ്സിസ്റ്റം, ആ സബ്സിസ്റ്റം സ്ട്രോങ് ആണ്, കൊഹസീവ് ആണ്. പക്ഷെ ഇത് അതിനകത്തെ ബൈൻഡിങ് സ്ട്രോങ് ആണ്. പക്ഷെ ഇതിനെ കപ്പിൾ ചെയ്തിരിക്കുക മറ്റൊന്നുമായിട്ട്. ആ കപ്ലിങ് സ്ട്രോങ് അല്ല. നമ്മൾ ഇന്നലെ പറഞ്ഞ കമ്പോണന്റ് ലൂസ്ലി ബൗണ്ട് എന്ന് പറഞ്ഞ അതേ സംഭവം തന്നെ സ്ട്രോങ് ആണ്. പക്ഷെ അത് കമ്പോണന്റ് ആണ്, കമ്പോണന്റ് ലൂസ്ലി ബൗണ്ട് ആണ് എന്ന് പറയുന്നത് ആദ്യം ഒരു കൺസെപ്റ്റ് ആയിട്ട് നിന്നാലും ഈ സിസ്റ്റം ഡിസൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡീകമ്പോസിഷൻ ഫീൽഡിൽ വെച്ചാണ് യു ഹാവ് ടു ഇംപ്ലിമെന്റ് ദാറ്റ്. അതാണ് പറയുന്നത്. ഇത് കൊഹഷൻ ആൻഡ് കപ്ലിംഗ് അതിന്റെ ഇല്ലസ്ട്രേഷൻ ആണ്. ഇപ്പൊ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. അതായത് ഇങ്ങനെ ഇതിനകത്തെ എലമെന്റ്സ് എല്ലാം കൂടെ, ഇപ്പൊ ഷോപ്പിംഗ് കാർട്ട്, ഡിസ്കൗണ്ട് റിഡീമോ, ഓർഡർ, റീപ്ലേസ്മെന്റ്, ന്യൂ ഓർഡർ, ഇതെല്ലാം കൂടെ വെളിയിൽ വെച്ചിരിക്കുന്നു. എന്നിട്ട് ഈ യൂസർ, പ്രോഡക്റ്റ്, പേയ്മെന്റ് ഗേറ്റ്വേ, ഷിപ്മെന്റ്, ഇതെല്ലാം വെളിയിലാണ്. എന്നിട്ട് പിന്നെ ഇത് ഡിസ്കൗണ്ട്, ക്ലയന്റിന് ഡിസ്കൗണ്ട് ഉണ്ട്, പ്രോഡക്റ്റ് റിക്വസ്റ്റ് ചെയ്യുന്നു, കൺഫേം ചെയ്യുന്നു, ഡെലിവറി സ്റ്റാറ്റസ് അറിയുന്നു, ഇതെല്ലാം വെളിയിലാണ്. അപ്പം ഇത്
ഇതിനകത്തെ ഇതൊരു കൊഹസീവ് യൂണിറ്റ് ആണ് അല്ലെ, ഇതൊരു കൊഹസീവ് യൂണിറ്റ് ആണ്. എന്നാൽ അതേസമയം തന്നെ ഇതുകളുമായിട്ട് ഇതിന് കപ്ലിംഗ് ഉണ്ട്. ഇനിയിപ്പോ ഡേറ്റാബേസ് വരുമ്പം ഡേറ്റാബേസ് ഈ കൊഹസീവ് യൂണിറ്റിനകത്ത് വരണം. അതുകൊണ്ടാണ് മോർ ഫ്രീക്വന്റ്ലി വി യൂസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് അപ്രോച്ച് ഫോർ ഡേറ്റാബേസ്. ഇത് യൂസർ ഇതുണ്ടോ, യൂസറും പ്രോഡക്റ്റ് ഗാലറിയും മറ്റും എല്ലാം ഡേറ്റാബേസിൽ നിന്ന് നേരിട്ടെടുക്കുക ഡേറ്റ. പക്ഷേ ദിസ് കൈൻഡ് ഓഫ് അപ്രോച്ച് ഈസ് നൗ നോട്ട് യൂസ്. ഇത് ടു ടയർ ആർക്കിടെക്ചർ. അതായത് യൂസറും ഇതും നേരിട്ട് കൊടുക്കുക. ഇപ്പോഴത്തെ ആർക്കിടെക്ചർ ഇങ്ങനല്ല. നിങ്ങളുടെ ഒരു പക്ഷേ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന അനാലിറ്റിക്കൽ ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിൽ യു മൈറ്റ് ഹാവ് യൂസ് ദിസ് ടൈപ്പ് ഓഫ് അപ്രോച്ച്. പക്ഷെ ഈ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ യു മസ്റ്റ് മോഡിഫൈ ദിസ്. എങ്ങനെയെന്ന് വെച്ചാൽ ദിസ് വേ, അതായത് ഡേറ്റ സ്റ്റോറേജ് എന്ന് കൊടുക്കുന്നു, ഡേറ്റാബേസ് കൊടുക്കുന്നു, യൂസർ, പ്രോഡക്റ്റ്, പർച്ചേസ്. ഇപ്പോഴത്തെ ഇതാണ് ഡേറ്റ മിഡിൽ ലെയർ ഇവിടെ വന്നു. ഇത് യു ഹാവ് ടു ഇംപ്ലിമെന്റ് ഇൻ ഡീകമ്പോസിഷൻ ഫേസ്. ഇവിടെ ഡേറ്റ സ്റ്റോറേജ് അല്ലെ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാലും ആക്ച്വലി ഡേറ്റാബേസ് ഇതാ. ഡേറ്റ സ്റ്റോറേജ് എന്ന് പറയുന്നതിനേക്കാളും ആക്ച്വൽ സിസ്റ്റത്തിൽ ഇതൊരു ബിസിനസ് ലോജിക് ആയിരിക്കും. അതിനകത്ത് ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ലോജിക്കിംഗ് ഇൻ ബിറ്റ്വീൻ. ആ ലോജിക്കിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഡേറ്റ സ്റ്റോറേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആക്ച്വൽ ഡേറ്റ അവിടെ അല്ല, ഇവിടെ ഡേറ്റാബേസ്. അതിനകത്ത് ഇത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും ഇത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റാബേസിനെ ഒന്നും അഫക്ട് ചെയ്യല്ല, ഡേറ്റാബേസ് മാറി നിൽക്കും. ഡേറ്റ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഇത് ശരിക്കും ബിസിനസ് ലെയറിലെ ഡേറ്റയെ അപ്രോച്ച് ചെയ്യുന്നതാണ്. ഇത് ഫ്രണ്ട് എൻഡ്, യൂസർ, പ്രോഡക്റ്റ്, പർച്ചേസ് ഒക്കെ ആയിട്ട്. ഇനി ഇവിടാണ് നമുക്ക് മൾട്ടി ത്രെഡിങ് വേണ്ടത്. ഇവിടെ വി ഹാവ് ടു യൂസ് മൾട്ടി ത്രെഡിങ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോക്കുക, യൂസർ ലോഗിൻ ചെയ്തു, കോണ്ടാക്റ്റിനെ എഡിറ്റ് ചെയ്യണം, കണക്ഷൻ ടു ബേസ് ഉണ്ട്, അതുപോലെ തന്നെ SMS റിസീവ്ഡ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഇവിടെ എല്ലാം ഒരു കോണ്ടാക്റ്റിനെ എഡിറ്റ് ചെയ്തിട്ട്, ഒരു കോണ്ടാക്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം മറ്റൊരു പ്രോസസ് ചെയ്യാന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ SMS റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം കോണ്ടാക്ട് എഡിറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ഇൻ ദാറ്റ് കേസ് മൾട്ടി ത്രെഡിങ് ഈസ് എ മസ്റ്റ്. അവിടെ മൾട്ടി ത്രെഡിങ് ഇല്ല എങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യുകയും ഈ ഓവർലാപ്പിന്റെ ഫലമായിട്ട് സിസ്റ്റം മാൽ ഫങ്ഷൻ ചെയ്യും. ഇവിടെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഒബ്ജക്റ്റ് ഓറിയന്റഡ് അപ്രോച്ചിലല്ല, അത് പൈത്തൺ ആകട്ടെ ജാവ ആകട്ടെ ഒക്കെ. ജാവയെ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് സ്ലീപ്പ് കൊടുക്കും, അതായത് ഒരു കമാൻഡ്. രണ്ട് ത്രെഡ് തമ്മിൽ 1000 millisecond സ്ലീപ്പ്. അപ്പം കോണ്ടാക്റ്റിനെ എഡിറ്റ് ചെയ്യുന്ന ഒരു ത്രെഡും അതുപോലെ SMS റിസീവ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന മറ്റൊരു ത്രെഡും തമ്മിൽ 1000 millisecond സ്ലീപ്പ് കൊടുക്കും. അപ്പൊ അതിനകത്തൊരു ഇതിട്ട് കൊടുക്കുക. പക്ഷെ അതൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ അല്ല. കാരണം 1000 millisecond സ്ലീപ്പ് നമ്മളൊരു ആർബിട്രറി ആയിട്ട് ഇത് കൊടുക്കുന്നതിനുള്ള ആ സമയം കൊണ്ട് ഇത് കഴിഞ്ഞിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു മൈറ്റ് ഹാവ് ടു യൂസ് സിങ്ക്രോണൈസ്. അതായത് സിങ്ക്രോണൈസ് എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മോണിറ്റർ കൊടുക്കാം. അതായത് ആ സമയത്ത് അത് മാത്രമേ പാടൂ. കീവേഡ് മാറാം, ലാംഗ്വേജസ് വെച്ച് കീവേഡ് മാറാം, എങ്കിലും നമ്മൾ ഡയറക്റ്റ് ചെയ്യാണ് ആ ടൈമിൽ അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇനി അപ്പൊ ഒരു സംശയം വരാം, ഒരു പെർട്ടിക്കുലർ ടൈം അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ സപ്പോസ് ദാറ്റ് ടൈം ഗോസ് ഇൻഡെഫിനിറ്റ്. ഈ ഇതിനകത്ത് വരുന്നത് ഡെഡ് ലോക്ക് ആണല്ലോ പ്രശ്നം. ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ് വെയിറ്റ് ഫോർ റിസോഴ്സ് ആണ്. ഇൻഡെഫിനിറ്റ് വെയിറ്റ് ഫോർ റിസോഴ്സ് ആണ് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്.
അപ്പൊ ഡെഡ് ലോക്ക് ഇൻഡെഫിനിറ്റ് വെയിറ്റ് ഫോർ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയത്തിന് വേണ്ടിയിട്ട് ഇത് വെയിറ്റ് ചെയ്യും. അങ്ങനെ വെയിറ്റ് ചെയ്യാൻ സമ്മതിക്കരുത്. അവിടെ എന്ത് ചെയ്യണം? അവിടെ നമുക്കൊരു പരിഹാരമുണ്ട്. യു ഹാവ് ടു റൈറ്റ് കോഡ് ഗിവിംഗ് പ്രോപ്പർ എക്സെപ്ഷൻ. അതായത് നമുക്ക് പറയാം ടൈം എക്സീഡ് ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എക്സെപ്ഷൻ കൊടുക്കണം. ഇഫ് ടൈം ഗ്രേറ്റർ ദാൻ 1000 ത്രൂ ന്യൂ ടൈം ഔട്ട് എക്സെപ്ഷൻ എന്ന് വല്ലതും പറയുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ എക്സെപ്ഷൻ അവിടെ വർക്കാവും. ഉടനെ തന്നെ ആ എക്സെപ്ഷനിൽ നിന്നുള്ള മെസ്സേജ് നമുക്ക് കിട്ടും. ഇതാണ് ത്രെഡിന്റെ ആ പ്രോഗ്രാം കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇതാണ് പേഴ്സിസ്റ്റന്റ് ഡേറ്റ. പേഴ്സിസ്റ്റന്റ് ഡേറ്റ എന്ന് പറയുന്നത്, പേഴ്സിസ്റ്റന്റ് ഡേറ്റ ഇപ്പൊ ഉദ്ദേശിക്കുന്ന ഡേറ്റാബേസ് തന്നെയാണ്. ആദ്യ സമയത്ത് ഫ്ലാറ്റ് ഫയൽസ് ആയി, വെറുതെ അതായത് ഈ വിഷ്വൽ ബേസിക്കിന്റെ ഒക്കെ പഴയതുണ്ടായിരുന്നു, ആക്സസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡേറ്റാബേസ്. പിന്നെ അത് റിലേഷണൽ ഡേറ്റാബേസ് ആയി, ഇപ്പൊ അത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുണ്ട്. അപ്പൊ റിലേഷണൽ ഡേറ്റാബേസ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡേറ്റാബേസിനെ ക്ലാസ് ആയിട്ട് വെച്ചുകൊണ്ട് ഡേറ്റാബേസിന്റെ ഇപ്പൊ ഇൻസേർട്ട് എന്നൊരു ഫംഗ്ഷൻ, അത് ഇൻസേർട്ട് എന്നൊരു ഫംഗ്ഷനും വെറുതെ ഒരു ഫംഗ്ഷൻ അല്ല. ഒബ്ജക്റ്റ് ഓറിയന്റഡ് അപ്രോച്ചിൽ ഡോട്ട് ഇൻസേർട്ട്, ആ ഡോട്ട് ഇൻസേർട്ട് ഏതെങ്കിലും ഒരു ക്ലാസ്, ആ ക്ലാസ് മസ്റ്റ് ബി എ ഡേറ്റാബേസ് ക്ലാസ്. ആ ക്ലാസിന്റെ ഡോട്ട് ഇൻസേർട്ട് വെച്ചായിരിക്കും അവിടെ ഹൂപ്പ് കൺസെപ്റ്റ് വരുന്നത്. അപ്പൊ അവിടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡേറ്റാബേസിന്റെ ഇപ്പൊ ഉള്ള എല്ലാ RDBMS ഒന്നും അല്ല, ഇപ്പൊ എല്ലാ ഇങ്ങനത്തെ ഈ ഡോട്ട്, ഇത് നിങ്ങൾ ഏത് പ്രോഗ്രാം നോക്കിയാലും അറിയാം, ഡേറ്റാബേസ് ഒക്കെ കണക്ട് ചെയ്യുന്നത് ഈ ഡോട്ട് ഇൻസേർട്ട് ഉണ്ട്. അവിടെ തന്നെ എക്സെപ്ഷൻസ് ഉണ്ട്, ഡേറ്റാബേസിന്റെ എക്സെപ്ഷൻസ് ഉണ്ട്, ഡേറ്റ ആക്സസിന്റെ എക്സെപ്ഷൻ ഉണ്ട്, സെക്യൂരിറ്റി എക്സെപ്ഷൻ ഉണ്ട്. ഇതെല്ലാം അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ എക്സെപ്ഷൻ അത്രയും നിങ്ങൾ കൊടുക്കുന്നത് യു ഹാവ് ടു ഡു ഇറ്റ് ഇൻ ദി ഡീകമ്പോസിഷൻ സ്റ്റേറ്റ്. ഇനി ആദ്യകാലത്തെ ഇതിന് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നില്ല എങ്കിലും അഡ്വാൻറ്റേജസ് നിങ്ങളുടെ ബുക്കിൽ പറയാൻ എന്താ, ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ പറയുക. സിമ്പിൾ ആയിരുന്നു, ബാക്കപ്പ് എളുപ്പമായിരുന്നു, ഇന്നത്തെ പോലെ സ്റ്റോറേജ് ആവശ്യമില്ല, ഈസി ടു എഡിറ്റ്, പാസ്വേഡ് സെക്യൂരിറ്റി കൊടുക്കില്ല. പക്ഷെ ഇപ്പൊ ഇത് ഹിസ്റ്ററി ആയിരിക്കാണ്, കാരണം ആക്ച്വലി ദർ ഇസ് നോ മീനിങ് നൗ. RDBMS അതിന് ഫാസ്റ്റർ ആക്സസ് ആണ്, മൾട്ടിപ്പിൾ ടേബിൾസ് ഉണ്ട്, റിഡൻഡൻസി അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, കൺകറൻസി ഉണ്ട്, ഡേറ്റ ഇന്റഗ്രിറ്റി ഉണ്ട്, ഡേറ്റ സെക്യൂരിറ്റി. ഇനി നമ്മളിപ്പോ യൂസ് ചെയ്യും, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ ഡേറ്റ ഇൻ ദ ഫോം ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസസ്. അവിടെ ഡേറ്റ ഇപ്പം ഇതിന്റെ നിങ്ങളുടെ ഒരു ജാവയിലെയോ മറ്റോ ഡേറ്റാബേസിന്റെ ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാം പോലെ ഇരിക്കും. അല്ലാതെ ഡേറ്റ എടുക്കുന്നതിന് വേറെ കാര്യമൊന്നുമില്ല. ഡേറ്റ കണക്ഷൻ കൊടുക്കാൻ ഒരു ഒബ്ജക്റ്റിന്റെ മെത്തേഡാണ് കണക്ഷൻ കൊടുക്കാൻ. അതായത് ഇമ്പോർട്ട് java.jdbc എന്ന് പറയുന്ന ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് lot of classes and packages are built-in classes and built-in packages are available in that package. അതിന്റെ അർത്ഥം എന്താ? This is completely object and classes. അതാണ് ഈ പറയുന്നത്. allows complex data. എത്ര കോംപ്ലക്സ് ഡേറ്റ ആണെങ്കിലും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്പർക്ക് യു ക്യാൻ ഈസിലി മേക്ക് ഒബ്ജക്ട്. റിയൽ വേൾഡ് ഡേറ്റ ഡയറക്ട്ലി ഇൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ്. റിയൽ വേൾഡ് ഡേറ്റ ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ഡേറ്റാബേസ് ഉണ്ടെന്ന് വിചാരിച്ചു, എംപ്ലോയി എന്ന് പറയുന്ന ഒരു ഡേറ്റാബേസ് ഉണ്ടെങ്കിൽ ഇതെവിടെ എംപ്ലോയി എന്ന് പറയുന്ന ഡേറ്റാബേസ് അത് ഒരു ഒബ്ജക്റ്റാണ്. അതൊരു ഒബ്ജക്റ്റ് ആക്കിയിട്ട് ആ ഡേറ്റാബേസിന് എന്തെല്ലാം കാൽക്കുലേഷനും കാര്യങ്ങളും ഒക്കെ നടത്തണോ അതെല്ലാം മെത്തേഡ്സ് ആയിട്ട് യൂസ് ചെയ്യും. ഡേറ്റ കൊടുക്കുമ്പോൾ നമ്മൾ യൂസർ ഡേറ്റ കൊടുക്കുമ്പോൾ ടേബിളുകളിലേക്ക് തന്നെ കൊടുക്കും. അതിനകത്ത് വേറെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇപ്പൊ പറയുന്ന പോലെ സ്റ്റോറിങ് പിക്ചർ, വീഡിയോ, ടെക്സ്റ്റ്, നമ്പേഴ്സ് ഭയങ്കര പവർഫുൾ ആണ്. അതുപോലെ തന്നെ ഒബ്ജക്ട് മോഡൽ ക്യാൻ ബി റെപ്ലിക്കേറ്റഡ്. അതായത് ആ പറഞ്ഞതിന്റെ മീനിങ് എന്താണെന്നോ, അതായത് ഡേറ്റാബേസ് ന്യൂട്രൽ ആണ്. ഡേറ്റാബേസ് ന്യൂട്രൽ എന്ന് മീൻ ചെയ്താല്, ഇപ്പൊ നിങ്ങൾക്ക് ഒറാക്കിൾ ആണ് നിങ്ങളുടെ ബാക്ക് എൻഡ് എന്ന് വിചാരിക്കുക. ഒറാക്കിൾ ആണ് അല്ലെ SQL സെർവർ ആണ് നിങ്ങളുടെ ബാക്ക് എൻഡ്. നിങ്ങൾ ഡേറ്റാബേസ് മാറിയാൽ പോലും അതങ്ങോട്ട് പെർഫെക്റ്റ് 100% നടക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ
ഓൾമോസ്റ്റ് ഒരു 99% കമാൻഡ്സും മറ്റേതിന്റെ ഇവിടെ പോസിബിൾ ആയി. അതായത് മൊത്തം സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഡേറ്റാബേസ്, അതായത് ഒബ്ജക്ട് മോഡൽ ക്യാൻ ബി റെപ്ലിക്കേറ്റഡ്. ഇവിടെ ഇപ്പോൾ പുതിയ ഡെവലപ്മെന്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒറാക്കിളിലെ ഒരു ഒബ്ജക്റ്റ് വേണമെങ്കിൽ SQL സെർവറിലെ ഒബ്ജക്റ്റ് ആക്കാനുള്ള കൺവേർട്ട് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ ഒരു ട്രൈ ചെയ്ത് നോക്കിയാൽ കാണാം. ഇത് C++, ജാവ, .NET, C#. ഈ 4 C++നെ പറ്റി അങ്ങനെ നമുക്ക് പറയത്തില്ല. ജാവ, .NET, C#, പൈത്തൺ, ഇത്രയും എടുത്ത് ഇത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഇവിടെ കുറെ പ്രോപ്പർട്ടിയും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതായത് ബേസിസ് സ്റ്റാൻഡ്സ് ഫോർ റിലേഷൻലെസ്, ഒബ്ജക്ട് ഓറിയന്റഡ് ഡേറ്റാബേസ്, സ്റ്റോർസ് ഡേറ്റ ഇൻ എൻറ്റിറ്റീസ്, stores data as object and is comparatively simpler data. Larger and complex data. Entity type refers to the collection. In a class, it's a group that have common relation behaviors and also has stores only data. ഇതാണ് ഡേറ്റ എൻകാപ്സുലേഷനും ഒബ്ജക്റ്റിന്റെ ഇതുമെല്ലാം അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റോർസ് ഡേറ്റ ആസ് വെൽ ആസ് മെത്തേഡ്സ് ടു യൂസ് ഇറ്റ്. സ്റ്റോർസ് ഡേറ്റ, ഇവിടാണ് അതിന്റെ കോർ ആയിട്ടുള്ള കാര്യം. സ്റ്റോർസ് ഡേറ്റ ആസ് വെൽ ആസ് മെത്തേഡ്സ് ടു യൂസ് ഇറ്റ്. അതായത് ഈ ഡേറ്റാബേസിനെ ഒബ്ജക്റ്റ് ആയിട്ട് വെക്കുന്നതോടുകൂടി ഒരു ഡെവലപ്പറോ ഒരു യൂസറോ പോലും കൂടുതൽ ഡീറ്റെയിൽസിനെ പറ്റി അവെയർ ആകേണ്ട കാര്യം. അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയ ഫീച്ചറാണത്. യൂസർ നീഡ് നോട്ട് ബി അൺനെസസറിലി ബോർഡ് അബൌട്ട് ദിസ് തിങ്സ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ യൂസർക്ക് ഓരോ ഇതിനും ഇത് എഴുതണം. ഇത് എഴുതി കോഡ് എഴുതി ആയിരിക്കും ബോറടി. അപ്പൊ അങ്ങനെ ഒരു സംഭവം വരാത്ത വിധത്തിൽ, അതുപോലെ തന്നെ എല്ലാ മെത്തേഡ്സും ഒറ്റ കാര്യമുള്ളൂ, ഡെവലപ്പർ മസ്റ്റ് നോ ഓൾ ദ മെത്തേഡ്സ്. യൂസർക്ക് അതിന്റെ ആവശ്യമില്ല. യൂസർക്ക് യൂസർ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ആ മെത്തേഡ്സ് പോലും അറിയണ്ട, കാരണം അത് എന്താ പറയണ്ടേ, ബിൽറ്റ് ഇൻ ആയിട്ട് ആക്ട് ചെയ്തോളൂ. ഇതാണ്. ഇനി ഇതെങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഈ ഇതെന്ന് പറയുന്നത് എന്താ പറയണ്ടേ, ഈ ഡീകമ്പോസിഷന്റെ സമയത്ത് ഓൾമോസ്റ്റ് ഓൾ പ്രോഗ്രാംസ് ആർ ഈവന്റ് ഡ്രിവൺ. ഓൾമോസ്റ്റ് ഓൾ പ്രോഗ്രാംസ് ആർ ഈവന്റ് ഡ്രിവൺ. അപ്പൊ ഇനി അഥവാ സപ്പോസ് there is a traditional code, or a lot of traditional code that are written in C or procedural oriented C++, it is better you convert it to event type program. അതായത് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആ ഫോർമാറ്റ് ആണ്. ഫോർമാറ്റ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം. ഇപ്പം ഈവന്റ് ഡ്രിവൺ ഇതൊരു, ഇപ്പൊ ഇത് ഇന്നലെ ഞാൻ പറഞ്ഞ പോലത്തെ ഒരു ഇതായിരിക്കും. ഒരു എന്താ പറയുക, ടെക്സ്റ്റ് ബോക്സ്, ഇവിടെ വേറൊരു ടെക്സ്റ്റ് ബോക്സ്, ഇത് റിസൾട്ട് വരാനുള്ള ടെക്സ്റ്റ് ബോക്സ്, ഇത് പ്ലസ് മൈനസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 20, 30 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ 50 എന്ന് വരും. അതുപോലെ തന്നെ 20, 30 മൾട്ടിപ്ലൈ ചെയ്താൽ ഈ മൾട്ടിപ്ലിക്കേഷൻ വരും. ഇതിന്റെ കോഡിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ, ഇപ്പൊ ഇത് ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ ആക്ഷൻ ലിസണർ, ആക്ഷൻ പെർഫോംഡ്, ഈ ഡോട്ട് ഗെറ്റ് സോഴ്സ് ഒക്കെ അവിടെ കമാൻഡ് കൊടുക്കേണ്ടി വരും. ഇതാണ് ഈവന്റ് ഡ്രിവൺ. അപ്പം as far as possible convert traditional code into object oriented code. ഇതാണ് യൂസ് കേസിനെ പറ്റി ഡീകമ്പോസിഷൻ പറയുന്നുണ്ട്. അവിടെ ഇതിപ്പോ ആക്ടറാണ്, സിസ്റ്റം അഡ്മിൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആക്ടർ. പ്രോഡക്റ്റ് മാനേജ് ചെയ്യുന്നു എന്നിട്ട് ഈ പറയുന്ന കുറെ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഇത് എൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഇതിനെ എന്താ പറയേണ്ടത്, ഇതൊരു ബിഹേവിയറൽ ആക്ടിവിറ്റീസ് ആണ്. ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിന്റെയും മൾട്ടി ത്രെഡിങ്ങിന്റെയും വൈഡ് ആയിട്ടുള്ള യൂസ് വേണ്ടി വരും. ബോർഡർ ആക്ടിവിറ്റീസ് ഇതാണ്. ഇത് തന്നെയാണ് പറഞ്ഞത്. സ്റ്റാർട്ട് ആൻഡ് ഷട്ട് ഡൗൺ ആൻഡ് കോൺഫിഗർ. സ്റ്റാർട്ട് ചെയ്യുക, ഷട്ട് ഡൗൺ ചെയ്യുക, കോൺഫിഗർ ചെയ്യുക. അവിടെ
യൂസ് കേസ് ഡയഗ്രാം വരയ്ക്കും. യൂസ് കേസ് ഡയഗ്രാം വരയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സെപ്ഷനെ അതിനകത്ത് മെൻഷൻ ചെയ്യാം. കാരണം ഇതില് ഈ എക്സെപ്ഷൻസ് നമ്മുടെ ബിയോണ്ട് അവർ കൺട്രോൾ ആണെങ്കിൽ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് കൊണ്ടേ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ഓഫ് സിസ്റ്റം ടു ഫെയിലർ ഇൻ എനി സബ് സിസ്റ്റം ടേക്കൺ കെയർ ഓഫ് ബൈ സിസ്റ്റം അഡ്മിൻ. അപ്പൊ സിസ്റ്റം അഡ്മിൻ അതിന് അതായത് ഇതിന്റെ മെത്തേഡ് അതിൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന് ഒരു പ്രോബ്ലം വന്നാൽ നമ്മുടെ എക്സെപ്ഷൻ ത്രോ ചെയ്യും. എക്സെപ്ഷൻ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം അഡ്മിന് മനസ്സിലാവും ഇന്ന പ്രോബ്ലം ഉണ്ട്. അത് ഇവിടെ എക്സെപ്ഷൻ പറയുന്നുണ്ട്. ഡ്യൂ ടു ഹാർഡ്വെയർ ഫെയിലർ ആകാം, സോഫ്റ്റ്വെയർ ഫെയിലർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ എന്താ പറയണ്ടേ ഡീകമ്പോസിഷനിൽ പറയാം. ഇനി ഇതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഒബ്ജക്റ്റിന്റെ അഡ്വാൻസ്ഡ് ഡിസൈൻ. നമുക്കൊന്ന് നോക്കാതെ high level requirement, low level services. That means our services are used by common users. The project is developed by developers. അപ്പോൾ അവിടെ ആ ഡെവലപ്പേഴ്സ് ഹൈ ലെവൽ റിക്വയർമെന്റിന് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന സൊല്യൂഷൻസ് മസ്റ്റ് ഹാവ് എ ലിങ്ക് വിത്ത് ലോ ലെവൽ സർവീസസ്. ഇതാണ് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഫങ്ഷൻസിന്റെ ക്വാളിറ്റേറ്റീവ് നേച്ചർ എന്ന് പറയും. ഫങ്ഷന്റെ ക്വാളിറ്റേറ്റീവ് നേച്ചർ. ഫങ്ഷൻ ക്വാളിറ്റി ഉള്ള ഇതായിരിക്കണം. ഫങ്ഷന്റെ ക്വാളിറ്റേറ്റീവ് നേച്ചർ, ക്വാണ്ടിറ്റേറ്റീവ് അല്ല. അതാണ് ലോ ലെവൽ സർവീസസ് വരുന്നത്. പിന്നെ യൂസ് കേസ് യൂസിങ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് യൂസ് കേസ് ഡയഗ്രാംസ് ഉണ്ടാക്കണം. പിന്നെ അൽഗോരിതം ഫോർമുലേറ്റ് ചെയ്യും. അപ്പൊ അതിനെയും പറയുന്നുണ്ട് അൽഗോരിതം ഫോർമുലേറ്റ് ചെയ്യാൻ. അൽഗോരിതത്തിന് പല ഇതുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി, അങ്ങനെ കാര്യമുണ്ട്. പിന്നെ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിനുള്ള അൽഗോരിതം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ പ്രോബ്ലത്തിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഹൈ ലെവൽ മെത്തേഡ്സിനെ അസിസ്റ്റ് ചെയ്യാനുള്ള ഓപ്പറേഷൻസ് വേണം. റീഫാക്ടറിങ്, അതായത് ഫാക്ടേഴ്സ് പല ഫാക്ടറായിട്ട് തിരിച്ചിട്ട് ക്ലീൻ ഡിസൈൻ ഉണ്ടാകണം. പിന്നെ ഡേറ്റ ആക്സസ് ഓപ്റ്റിമൈസ് ചെയ്യണം. പെട്ടെന്ന് ഡേറ്റ കിട്ടണം, പെട്ടെന്ന് തന്നെ ഡേറ്റ റിട്രൈവ് ചെയ്യണം, പെട്ടെന്ന് ക്വറി ആക്സസ് ചെയ്യണം. അങ്ങനെ പിന്നെ ഡിപ്ലോയ്മെന്റ്, പിന്നെ ക്ലാസ്സസിൽ ഇൻഹെറിറ്റൻസ് പെർഫെക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്ലാസ്സസ് തമ്മിലുള്ള അസോസിയേഷനും കറക്റ്റ് ആയി. ഇതൊക്കെ ഒബ്ജക്ട് ഡിസൈനിൽ വരുന്ന. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഫോർമുലേറ്റിംഗ് അൽഗോരിതം ഒക്കെ ഏതും ഇതിനും വരുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മുടെ കേസിൽ അത് ഏറ്റവും കൂടുതൽ വരുന്നത് ഇൻഹെറിറ്റൻസ് കൃത്യമായിട്ട് ഇത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. അതുപോലെ തന്നെ കൃത്യമായിട്ട് അസോസിയേഷൻ ഓർഗനൈസ് ചെയ്യണം. ഇത് അതായത് ഇവിടെ നോക്കുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മിഡിൽ ലെയറും ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും. ഇവിടെ ലോഗിൻ ഐഡിയും പാസ്വേഡും ഒക്കെ കൊടുത്ത് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ വേറെ എന്ത് ഒരു പ്രോജക്റ്റ് അതിപ്പോ ഇവിടെ നമ്മൾ നോക്കണ്ട. ലോഗിനും ഇതും കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് സെർവ്ലെറ്റ് ബീൻസിനെ ചെയ്ത ഒരു സെഷനിൽ എൻറ്റിറ്റി ബീൻസ് എടുത്തിട്ട് ഇതിങ്ങനെ കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇത് ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റ എടുക്കും. ഇതാണ് ബിസിനസ് ലോജിക്. ഇതാണ് ഫ്രണ്ട് എൻഡ്, ഇതാണ് ഡേറ്റാബേസ്. ശരിക്കും ആക്ച്വലി നമ്മൾ ഒരു ആദ്യം എടുത്ത ഒരു അനാലിസിസ് ക്ലാസ്സിൽ അല്ലെങ്കിൽ റിക്വയർമെന്റ് അനാലിസിസിൽ അല്ലെങ്കിൽ ആദ്യം ഉണ്ടാക്കിയ സ്ട്രക്ചറൽ കമ്പോണന്റിലൊക്കെയും ക്ലാസ് ഡേറ്റയെ എടുക്കുന്നു എന്ന് മാത്രമേ കാണിക്കുള്ളൂ. പക്ഷെ ക്ലാസ് ഡേറ്റയെ എങ്ങനെ എടുക്കണം,
അഥവാ ഹൗ ടു മേക്ക് ദ ഹോൾ പ്രോസസ്സിംഗ് കമ്പോണൻസ്. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ 3 ഇതായിട്ട് പറയുന്നു. മിഡിൽ ലെവലിൽ ബിസിനസ് ലോജിക്ക് വെക്കുന്നു. ദിസ് വൺ, ഇതാണ് ബിസിനസ് ലോജിക്. ദിസ് വൺ ഡേറ്റാബേസ്, ദിസ് വൺ ഫ്രണ്ട്, 3 ടയർ ആർക്കിടെക്ചർ. ഇനി അടുത്ത സ്റ്റെപ്സ് ഇൻ ഡിസൈനിങ് അൽഗോരിതം. അതായത് സിമ്പിൾ അൽഗോരിതമാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പം ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള അൽഗോരിതം എന്നതിനേക്കാളും എപ്പോഴും നല്ല സിമ്പിൾ അൽഗോരിതം. സിമ്പിൾ അൽഗോരിതം മെയിൻ ഇതെന്താണെന്ന് വെച്ചാൽ യു ക്യാൻ ഈസിലി മോഡിഫൈ ദാറ്റ്. പിന്നെ യു ക്യാൻ അഡാപ്റ്റ് ദാറ്റ് അൽഗോരിതം ടു വേരിയിങ് സിറ്റുവേഷൻസ്. പിന്നെ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി, എക്സിക്യൂഷൻ ടൈം ഒന്നുകിൽ കോൺസ്റ്റന്റ് ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെ ലീനിയർ ആയിരിക്കണം, അല്ലെ ക്വാഡ്രാറ്റിക് ഓർ എക്സ്പോണൻഷ്യൽ. ആ ഓർഡറിൽ വേണം. എക്സ്പോണൻഷ്യലൊക്കെ ഇപ്പൊ നിങ്ങൾ ഡിസൈൻ ഓഫ് അൽഗോരിതം പഠിച്ചിട്ടുള്ളപ്പോൾ കാണാം, എക്സ്പോണൻഷ്യൽ എന്നൊക്കെ പറയുമ്പോഴത്തേന് ഭയങ്കര കോസ്റ്റ്ലി ആയി. പിന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ളതിന് കോസ്റ്റ്ലി ആയിട്ട് ചെയ്തേ പറ്റുള്ളൂ. എങ്കിലും എപ്പോഴും നല്ലത് കോൺസ്റ്റന്റ്. ഇപ്പൊ പറഞ്ഞില്ലേ, എന്നാ ബിഗ് ഓഫ് 1, തീറ്റ ഓഫ് 1 എന്ന് പറയുമല്ലോ. തീറ്റ ഓഫ് 1, ബിഗ് ഓഫ് 1 എന്ന് പറഞ്ഞ പോലെ ഒരു കോൺസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ ഒരു ലീനിയർ ഇത് വരണം, 2n, 3n, 4n അങ്ങനെ. അത് രണ്ടും നല്ലതാണ്. ക്വാഡ്രാറ്റിക് ആയപ്പോൾ കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആയി. എക്സ്പോണൻഷ്യൽ ആണ് ഇപ്പൊ നമ്മുടെ ട്രാവലിംഗ് സെയിൽസ് പേഴ്സൺ പ്രോബ്ലം. ട്രാവലിംഗ് സെയിൽസ് പേഴ്സൺ പ്രോബ്ലം ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അത് എക്സ്പോണൻഷ്യൽ ആയിട്ട് പോകും. പിന്നെ വേറെ ഒന്നും ഇല്ലെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ് എക്സ്പോണൻഷ്യൽ ഇത്. ഫ്ലെക്സിബിലിറ്റി ക്യാൻ ബി, പിന്നെ ഈസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ മസ്റ്റ് ബി ഈസിലി ഇംപ്ലിമെന്റഡ് വിത്തൗട്ട് കോംപ്ലക്സിറ്റി. അതായത് അതാ ഞാൻ പറഞ്ഞത്, കോംപ്ലക്സിറ്റി കൂടാതെ, കോംപ്ലക്സിറ്റി വരാത്ത വിധത്തിൽ യു ഹാവ് ടു ഇംപ്ലിമെന്റ്. അതാണ് ഞാൻ പറഞ്ഞത്, സിമ്പിൾ അൽഗോരിതമാണ് എപ്പോഴും നല്ലത്. ഒരു കോംപ്ലക്സ് അൽഗോരിതത്തിനെ ഒരു കാരണവശാലും യു കനോട്ട് ഇംപ്ലിമെന്റ് ദാറ്റ് വിത്തൗട്ട് കോംപ്ലക്സിറ്റി. ഫ്ലെക്സിബിലിറ്റി ക്യാൻ ബി ഓഫേർഡ് യൂസിങ് 2 വേർഷൻസ്. അതായത് ഇതിലൊരു കൺഫ്യൂഷൻ ആണ്. യൂസിങ് 2 വേർഷൻസ് പറഞ്ഞാൽ ഏത് അൽഗോരിതത്തിനും ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, പിന്നെ ഇതുണ്ടല്ലോ, പിന്നെ ഫാക്ടോറിയൽ കാണാൻ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, മാക്സിമം മിനിമം അങ്ങനെ കുറെ അൽഗോരിതംസ് ഉണ്ട്. ഇതിനൊക്കെ ഒരുപാട് വേർഷൻസ് ഉണ്ട്. ഒരു അൽഗോരിതത്തിന് തന്നെ 1-2 വേർഷൻസ്. അപ്പൊ ആ അൽഗോരിതത്തിന്റെ 2 വേർഷനും ഓഫർ ചെയ്യില്ല. കാരണം ഇൻ കേസ് 1 version fails, you can take the next one. അതാണ്. പിന്നെ ഉള്ളതാണ് ഏറ്റവും പ്രധാനം, അപ്രോപ്രിയേറ്റ് data structure. Appropriate data structure should be generic data structures defined in class libraries called container. അതായത് ഈ ഡേറ്റാ സ്ട്രക്ചേഴ്സ്, പിന്നെ ഈ ജനറിക് ഡേറ്റാ സ്ട്രക്ചേഴ്സ് അതായത് ക്ലാസ് ലൈബ്രറീസ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടുതലും നമ്മൾ കാണുന്ന പൈത്തൺ, ജാവയിൽ അത് അത്രയ്ക്കില്ല. പൈത്തൺ പോലത്തെ ലാംഗ്വേജുകളിൽ ഡേറ്റാ സ്ട്രക്ചേഴ്സ്, ഇപ്പൊ ലിങ്ക്ഡ് ലിസ്റ്റ് ഇതുപോലത്തെ ഡേറ്റാ സ്ട്രക്ചർ ജാവയിലുണ്ട്. ലിങ്ക്ഡ് ലിസ്റ്റും ഇതെല്ലാം ജാവയിലും ഉണ്ട്. എങ്കിലും കൂടുതൽ യൂസ് ചെയ്ത് ഞാൻ കാണുന്ന മറ്റൊക്കെ ഈ ജാവയിലെ ഇപ്പൊ ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, സർക്കുലർ ലിസ്റ്റ് ഉണ്ട്, ക്യൂഡ് ഉണ്ട്. ഇതൊക്കെ നേരെ, അതായത് നിങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് ഇങ്ങെടുക്കാം. അപ്പൊ പറ്റുന്നിടത്തോളം യു യൂസ് സച്ച് കൈൻഡ് ഓഫ് ഡേറ്റാ സ്ട്രക്ചേഴ്സ് ആസ് ഫാർ ആസ് നോട്ട് ഗോ ഫോർ എ ന്യൂ ഡേറ്റാ സ്ട്രക്ചർ. പിന്നെ തീരെ നിവൃത്തിയില്ല, പുതിയൊരു പ്രോബ്ലം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ്. അതർവൈസ് യൂസ് ജനറിക് data structures defined in class libraries. Internal classes, അതായത് സ്റ്റോറേജിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്ലാസ്. ദിസ് വൺ അസൈനിങ്, അതായത് ഓപ്പറേഷൻ ടു ക്ലാസ്സസ്. അപ്പോൾ ക്ലാസ്സസിനെ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യും. ക്ലാസ്സസിനെ ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ആക്ഷൻ ട്രിഗർ ചെയ്യുന്ന, ഞാൻ പറഞ്ഞു ഈവന്റ് ട്രിഗർ ചെയ്യുന്ന കാര്യമാണ്. ആക്ഷൻ ട്രിഗർ ചെയ്യുന്ന ക്ലാസ്. ഇവിടെ നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ടാർഗറ്റ് ക്ലാസിന്റെ കാര്യത്തിലാണ്, റിസീവർ ഓഫ് ആക്ഷൻ, അല്ലാതെ ഈവന്റ് ട്രിഗർ ചെയ്യുന്ന ക്ലാസ്. ഫോർ എക്സാമ്പിൾ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ബട്ടണെ പ്രസ് ചെയ്യുമ്പോൾ ബട്ടൺ ആണ് ട്രിഗർ ചെയ്യുന്നത്.
ട്രിഗർ ചെയ്ത് എന്ത് ചെയ്യും? ടെക്സ്റ്റ് ഫീൽഡിൽ ഒരു കാര്യം കൊടുക്കാൻ പറയും. ഇത് രണ്ടും ക്ലാസ് ആണ് ജാവയില്, ബട്ടണും ടെക്സ്റ്റ് ഫീൽഡ്. പക്ഷെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടെക്സ്റ്റ് ഫീൽഡിന്. ഫോക്കൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ക്ലാസ്, അതായത് ഒരു പെർട്ടിക്കുലർ കമ്പോണന്റിന്റെ ഒരു സെൻട്രൽ ക്ലാസ്. മിക്കവാറും അവിടുത്തെ സൂപ്പർ ക്ലാസ് ആയിട്ടത് വരും. ഇൻഹെറിറ്റൻസിന്റെ അഡ്ജസ്റ്റ്മെന്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ക്ലാസ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഇൻഹെറിറ്റൻസിന്റെ ബേസിൽ ആസ് ഫാർ ആസ് പോസിബിൾ ക്ലിയർ ആയി. പറ്റുന്നിടത്തോളം അബ്സ്ട്രാക്ഷൻ യൂസ് ചെയ്യുക. കോമൺ ബിഹേവിയർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ക്ലാസ്സസ് എടുക്കാൻ വേണ്ടിയിട്ട് അബ്സ്ട്രാക്ഷൻ പറ്റുന്നിടത്തോളം യൂസ് ചെയ്യുക. ഇതാണ് അബ്സ്ട്രാക്ഷൻ. ഇവിടെ ഇതുണ്ട്, സെൻസർ മോഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇതുണ്ട്, ഇവിടെ രണ്ടെണ്ണം കൊടുത്തു. ഇവിടെ കോമൺ ആയിട്ടുള്ളത് താഴോട്ട്. നമ്മൾ ഇന്നലെ കണ്ട അതേ സാധനം തന്നെ, ഹയറാർക്കി ഇൻഹെറിറ്റൻസ് ആണ്. ഈ ബേസ് ക്ലാസ് എന്ന് പറയുന്നത് ഇത് അബ്സ്ട്രാക്ട് ആണ്. അതിന്റെ അർത്ഥം അതിനകത്ത് ഏതോ മെത്തേഡ് നമ്മൾ നള്ളാക്കിയിട്ടിട്ടുണ്ട്, ഇത് ഇങ്ങോട്ട് ഡിറൈവ് ചെയ്യുന്നു. ഇത് നമ്മൾ പലതവണ കഴിഞ്ഞ തവണ പറഞ്ഞ സംഗതി തന്നെയാണ്. അതാണ് പറ്റുന്നിടത്തോളം അബ്സ്ട്രാക്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അനാലിസിസ് ടു ഡിസൈൻ, അതായത് ഇവിടെ നമ്മൾ കാർ ടൈപ്സും കാർ ഡീറ്റെയിൽസും ഇങ്ങനെ കൊടുത്തു. ഇവിടെ വെച്ച് നമ്മൾ അതിന്റെ കണ്ടോ, ഈ സ്ട്രിങ് ആണോ ഇന്റ് ആണോ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു, റിട്ടേൺ ടൈപ്പ് പറഞ്ഞു. ഇങ്ങനെ അനാലിസിസ് നടക്കുമ്പോൾ ഇത് മാത്രമേ പറയുന്നുള്ളൂ. റിട്ടേൺ ടൈപ്പും കാര്യങ്ങളും എല്ലാം ശരിക്കും പറഞ്ഞ് ഈ ഡിസൈൻ ഫേസ് ചെയ്ത് വൺ വേ അസോസിയേഷൻ ഉണ്ട്. അതുപോലെ തന്നെ അത് വേണമെങ്കിൽ ലോഗിൻ വേണമെങ്കിൽ, ഇപ്പൊ ഈ മെത്തേഡ് കണ്ടാൽ ഒന്ന് ശ്രദ്ധിച്ചോണം. ഈ ലോഗിൻ എന്ന് പറയുന്നത് യൂസറിന്റെ ആണെങ്കിലാണ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. യൂസറിന് വേണമെങ്കിൽ അയാളുടെ ഇതിൽ ഈ ലോഗിൻ ആക്കാം. അതല്ല ഈ പോർട്ടിലാണ് ഈ ലോഗിൻ എങ്കിൽ കാണിക്കുന്നത് നേരെ തിരിച്ചാണെന്ന് നോക്കണം. ലോഗിൻ യൂസറിൻ്റെതാണെങ്കിൽ ഇവിടാണ് ലോഗിൻ എന്ന് വിചാരിച്ചോളാം, ഇങ്ങനെയാണ്. ഇവിടാണ് ലോഗിൻ എന്ന് വിചാരിക്കണം, ഇങ്ങനെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഈ ക്ലാസ് ഡിസൈനും ഇതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് ആ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്, ഇപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ബുക്കില് മൾട്ടി ത്രെഡിങ്ങിനെ പറ്റിയും എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിനെ, മൾട്ടി ത്രെഡിങ്ങിന്റെ ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ചെയ്തിട്ടിട്ടുണ്ട്. എനിക്കൊന്ന് അത്, പക്ഷെ അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാമാണ്. കുറച്ചു നേരം ഇത് ചെയ്യുന്ന കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാമാണ് അതിനകത്ത് കാണുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഏതായാലും ഈ നോട്ട്സിലെ കുറച്ച് പ്രോഗ്രാംസ് നമുക്കൊന്ന് നോക്കാം. അത് കഴിഞ്ഞ് നിങ്ങളുടെ ബുക്കിലെ ആ പ്രോഗ്രാമും നോക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ you have declared thread T1. ഈ thread is a built-in class. Thread is a built-in class. ഈ built-in ക്ലാസ്സിനെ നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്യും. ഈ ദിസ് എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിന്റെ ആണെന്നാണ്. എന്നിട്ട് വാല്യൂസ് കൊടുത്തു. എന്നിട്ട് ഇവിടെ റൺ എന്ന് പറയുന്ന മെത്തേഡ് വെച്ചിട്ടാണ് ഈ ത്രെഡുകൾ. ഇതെന്തോ ഞാൻ പറഞ്ഞ ത്രെഡ് ഡോട്ട് സ്ലീവ്.
ഇതാണ് ഞാൻ പറഞ്ഞത് 1000 millisecond സ്ലീപ്പ് വരുന്ന ആ ഇതാണ് ത്രെഡ് ഡോട്ട് സ്ലീപ്പ്. എന്നിട്ട് ത്രെഡ് ഡോട്ട് ന്യൂ ത്രെഡ് ഇത് കൊടുത്തു, ത്രെഡ് ഡോട്ട് സ്ലീപ്പ്. ഇവിടെ ടി ഡോട്ട് സ്റ്റാർട്ട്, ഇത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അത് രണ്ടും സ്റ്റാർട്ട് ചെയ്യും. രണ്ടും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അതിനിടയ്ക്ക് ത്രെഡ് ഡോട്ട് സ്ലീപ്പ് കൊടുക്കും. ക്യാച്ച് ഇന്ററപ്റ്റഡ് എക്സെപ്ഷൻ കൊടുക്കുക. ഇവിടെ രണ്ട് ത്രെഡുകള് എങ്ങാൻ ഇന്ററപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പൊ ഇവിടെ ഇപ്പൊ മെസ്സേജ് ഒന്നും കൊടുത്തിട്ടില്ല, ഇവിടെ നിങ്ങൾ പറയുകയാണ് ത്രെഡ്സ് ആർ കൊളൈഡിങ്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ബ്രാക്കറ്റിൽ പറയാണ് ത്രെഡ്സ് ആർ കൊളൈഡിങ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ത്രെഡ് കൊളൈഡ് ചെയ്യുകയാണ്, റിസോഴ്സ് ഏതോ ത്രെഡിന്റെ കയ്യിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് ഏതാണെന്ന് അറിയാനും ഇതുണ്ട്. T1 ഡോട്ട് ഗെറ്റ് ത്രെഡ് നെയിം എന്നൊക്കെ പറഞ്ഞ് കുറെ മെത്തേഡ്സ് ഉണ്ട്. സിമിലർലി ദിസ് ക്യാച്ച് ഇന്റർ, ഇവിടെ രണ്ടെണ്ണത്തിന്റെയും കൂടെ യൂസ് ചെയ്തിരിക്കുകയാണ്. ത്രെഡിന്റെ ഇതും ഇന്ററപ്റ്റഡ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇതും ഇതിനകത്ത് വയ്ക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഗെറ്റ് നെയിം, ഏത് ത്രെഡാണ് അവിടെ ഇതായതെന്ന് പറയുന്നുണ്ട്. അപ്പം ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പം വേറെ ഒന്നും ചെയ്തിട്ടില്ല. ജാവ ഡോട്ട് IO ഇത് ഇംപ്ലിമെന്റ്സ് റണ്ണബിൾ. റണ്ണബിൾ എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെന്റ്സ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതൊരു ഇന്റർഫേസ് ആയിരിക്കും. പിന്നെ അത് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ത്രെഡിന്റെ ഒരു ഒബ്ജക്റ്റ് വരാം. യു ഹാവ് ക്രിയേറ്റഡ് ദാറ്റ് ആസ് ത്രെഡ് T1. എന്നിട്ട് ഡിക്ലെയർ ചെയ്താൽ മാത്രം പോരാ. ഇന്നലെ ബട്ടൺ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ബി ഇസ് ഈക്വൽ ടു ന്യൂ ബട്ടൺ എന്ന് പറഞ്ഞാൽ ഹിയർ വി ഹാവ് ഇനീഷ്യലൈസ് T1 ഈസ് ഈക്വൽ ടു ന്യൂ ത്രെഡ് ദിസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനൊരു പേര് ന്യൂട്ടൺ എക്സ്പെരിമെന്റ് എന്ന് സംതിങ് ലൈക്ക് ദാറ്റ്. എന്നിട്ട് വേരിയബിൾസ് ഇവിടെ നമ്മൾ T1 സ്റ്റാർ. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ T2 എന്ന് പറഞ്ഞൊരു ത്രെഡ് വേണേലും കൊടുക്കാം. എന്നിട്ട് ഇവിടെ T2 ഡോട്ട് സ്റ്റാർട്ട് കൊടുക്കും. അപ്പൊ എന്തായി, രണ്ടും ഒന്നിച്ച് സ്റ്റാർട്ട് ആവും. പക്ഷെ ഇവിടെ റണ്ണിൽ വെച്ച് നമുക്ക് പ്രയോറിറ്റി കൊടുക്കും. സ്ലീപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രയോറിറ്റി T1 ഡോട്ട് സെറ്റ് പ്രയോറിറ്റി ആണ് കൂടുതലെങ്കിൽ T1 വർക്ക് ചെയ്യും. T2 ഡോട്ട് സെറ്റ് പ്രയോറിറ്റി ആണ് കൂടുതലെങ്കിൽ T2 വർക്ക് ചെയ്യും. ഇനി അഥവാ അതിനകത്ത് ഒരു എക്സെപ്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഇന്ററപ്റ്റഡ് എക്സെപ്ഷൻ അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ ഇവിടെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്ലെറ്റിൽ യൂസ് ചെയ്യാം. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഇതായിട്ട് കാണിച്ചിരിക്കുന്നത്. രണ്ട് ബട്ടൺ വെച്ച് മൗസ് ഈവന്റിന്റെ ഒക്കെ ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇപ്പം ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈവൻ ഡ്രിവൺ ആക്കി മാറ്റാൻ നോക്കുക. ആസ് ഫാർ ആസ് പോസിബിൾ ട്രഡീഷണൽ കോഡിനെ കൺവേർട്ട് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞ ഡേറ്റാബേസിന്റെ കാര്യം. ഡേറ്റാബേസിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഡേറ്റാബേസിൽ ഇത് നോക്കുക, ഡ്രൈവർ മാനേജർ കണ്ടോ, കണക്ഷൻ C1. കണക്ഷൻ C1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, കണക്ഷൻ ഈസ് എ ക്ലാസ്. കണക്ഷൻ അതാണ് ഇതെല്ലാം ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആക്കിയിരിക്കുന്നു നമ്മൾ മുമ്പ് പറഞ്ഞതിന്റെ മീനിങ് ആണ് പറയുന്നത്. കണക്ഷൻ ഈസ് എ ക്ലാസ്. കണക്ഷൻ ഒരു ക്ലാസ്സാണ്, അതിന്റെ ഒബ്ജക്റ്റ് ആണ് C1. ഇനി കണക്ട് ചെയ്യാനുള്ളത് നോക്കി, പിന്നെ ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ എന്നിട്ട് പറയാണ് JDBC MySQL ഡോട്ട്, അത് ആ ലോക്കൽ നിങ്ങളുടെ ഇതിന്റെ ആ ഡേറ്റാബേസ് എവിടെ കിടക്കുന്നോ ആ ഡേറ്റാബേസ് കിടക്കുന്നത് നിങ്ങളുടെ സിസ്റ്റത്തിൽ എന്താണോ കിടക്കുന്നത് ശ്രദ്ധിക്കുക. കണക്ഷൻ C1 ഈസ് ഈക്വൽ ടു ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ. എത്ര പവർഫുൾ ആണെന്ന് നോക്കി. കണക്ഷൻ C1, കണക്ഷൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ. ഡ്രൈവർ മാനേജർ എന്ന് പറയുന്നത് മറ്റൊരു ക്ലാസ്സാണ്. ഗെറ്റ് കണക്ഷൻ കൊടുത്തിട്ട് ആ ഗെറ്റ് കണക്ഷന്റെ അകത്ത് നമ്മൾ ആ റൂട്ടും ഭാഗത്തും എല്ലാം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ് ആക്കിയിരിക്കുകയാണ്.
പഴയ പ്രോഗ്രാംസിലൊന്നും ഇങ്ങനെ ക്ലാസ് ഇല്ല. അതുപോലെ തന്നെ നോക്കി സ്റ്റേറ്റ്മെന്റ് എസ് ഈസ് ഈക്വൽ ടു C1 ഡോട്ട് ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ സ്റ്റേറ്റ്മെന്റിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അപ്പോഴും കണക്ഷൻ എന്ന് പറയുന്ന ക്ലാസ് യൂസ് ചെയ്യും. കണക്ഷൻ എന്ന് പറയുന്ന ക്ലാസ്സിൽ ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് എന്നൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് റിസൾട്ടും അങ്ങനെ തന്നെ സ്റ്റേറ്റ്മെന്റ് എസ് ആണ്. എസ് ഡോട്ട് എക്സിക്യൂട്ട് ക്വറി, അതിനകത്ത് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്. എസ് എന്ന് പറയുന്നത് C1 ഡോട്ട് ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എസ് വന്നു. എസ് ഡോട്ട് എക്സിക്യൂട്ട് ക്വറി കൊടുത്തു കഴിഞ്ഞപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്. ഇപ്പൊ ഇതെങ്ങനെ വർക്ക് ചെയ്തു നോക്കി. കണക്ഷൻ C1 എന്ന് നമ്മൾ കൊടുത്തു. കണക്ഷൻ C1 ഈസ് ഈക്വൽ ടു ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ. ഇതാണ് അതിനകത്ത് പറയുന്നത്. ഡേറ്റാബേസ് എല്ലാം തന്നെ ഒബ്ജക്റ്റ് ആക്കിയിരിക്കുക. അപ്പൊ കണക്ഷൻ C1 ഈസ് ഈക്വൽ ടു ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ. കണക്ഷൻ സ്ട്രിങ് നമ്മൾ അതിനകത്ത് കൊടുത്തു. അതാണ് C1. സ്റ്റേറ്റ്മെന്റ് C1 യൂസ് ചെയ്ത് തന്നെ, ആ ക്ലാസ് യൂസ് ചെയ്ത് തന്നെ ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. റിസൾട്ട് സെറ്റ് എന്ന് പറയുന്നത് എസ് ഡോട്ട് എക്സിക്യൂട്ട് ക്വറി സെലക്ട് സ്റ്റാർ. അപ്പൊ ആകെപ്പാടെ ഒരു യൂസർ അറിയേണ്ട സംഗതി ഇത്ര മാത്രമേ ഉള്ളൂ. അയാളുടെ ഡേറ്റാബേസ് എവിടെ കിടക്കും, പിന്നെ SQL കമാൻഡ് എന്താ, ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു കാര്യം അറിയണ്ട. എല്ലാ കാര്യവും ഇത് പ്രോഗ്രാം വേറെ ഒന്ന് ചെയ്യുക. കണ്ടോ, വൈൽ ആർ ഡോട്ട് നെക്സ്റ്റ് B1 ഡോട്ട് ആഡ് ഐറ്റം ഗെറ്റിന്റെ B2 ഡോട്ട് ആഡ് ഐറ്റം ഗെറ്റ് സ്ട്രിങ്. അപ്പം ആ B1 എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബ്ലി ആ ലിസ്റ്റ് ആയിരിക്കണം. ആ ലിസ്റ്റിലേക്ക് ഇന്റീജർ വാല്യൂ, ഇത് മിക്കവാറും ഒരു റോൾ നമ്പർ നെയിമോ അങ്ങനെ എന്തോ വരുന്ന ഒരു സംഗതി ആയിരിക്കും. അപ്പൊ ആ റോൾ നമ്പർ ആദ്യം വരും, പിന്നെ അടുത്തതിനകത്തേക്ക് നെയിം വരും. സ്ട്രിങ് എന്ന് പറയുന്നത് നെയിമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെ കൺട്രിയുടെ നെയിമോ കൺട്രിയുടെ കോഡോ ഒക്കെ ആയിരിക്കും. അപ്പൊ അത് ആഡ് ഐറ്റം ചെയ്ത് വരും. അത് കണ്ടു, ഇതാണ് അതിന്റെ കോർ ആയിട്ടുള്ള കൺസെപ്റ്റ്. അതായത് നിങ്ങൾ ആ പ്രോഗ്രാംസും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോ. എക്സെപ്ഷൻ്റെത് ഇതാണ്. ഈ എക്സെപ്ഷനും ഒരു പിന്നെ ഇതിന്റെ സമയത്ത് ഒരു എന്താ പറയണ്ടേ, ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എക്സെപ്ഷൻ. അപ്പൊ ഡീകമ്പോസ് ചെയ്യുന്ന ഒരു ഡെവലപ്പർ എപ്പോഴും ഈ ക്ലാസ്സിനെ പറ്റി അവെയർ ആയിരിക്കണം. എക്സെപ്ഷൻ എന്ന് പറയുന്ന ക്ലാസ് ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ന്യൂട്ടൺ എക്സെപ്ഷൻ എറർ എന്നുള്ളത് കാണിക്കും. അപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാല് ഡിസ്റ്റൻസ് ത്രോസ് ന്യൂട്ടൺ എക്സെപ്ഷൻ. ന്യൂട്ടൺ എക്സെപ്ഷൻ എന്ന് പറയുന്നത് എക്സെപ്ഷൻ മേളിൽ കിടപ്പുണ്ട്. ഇവിടെ 1000 കൂടുതൽ നമ്മൾ സപ്പോസ് യു ആർ ഗോയിങ് ടു ഗീവ് A ഗ്രേറ്റർ ദാൻ 1000. A ഗ്രേറ്റർ ദാൻ 1000 ആയിട്ട് ഇത് കൊടുക്കരുതെന്നാണെന്നുണ്ടെങ്കിൽ ന്യൂട്ടൺ എക്സെപ്ഷൻ ക്രിയേറ്റ് ചെയ്യും. ന്യൂട്ടൺ എക്സെപ്ഷൻ ക്രിയേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? കണ്ടോ, ഈ എറർ മെസ്സേജ് അത് റിട്ടേൺ ചെയ്യും. അതാണ് പറയുന്നത് ഒരു ബൗണ്ടറി കണ്ടീഷൻ. അതായത് ഇതിനെ വേണേൽ ഒരു ബൗണ്ടറി കണ്ടീഷൻ, ഒരു കൺസ്ട്രെയിന്റ് ആയിട്ട് വെക്കാം. ആ കൺസ്ട്രെയിന്റ് വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു യൂസ് ദിസ് വൺ. മനസ്സിലായി, ന്യൂട്ടൺ എക്സെപ്ഷൻ. അപ്പം നമുക്ക് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ, ഇപ്പം ഫസ്റ്റ് ഡീകമ്പോസിഷനെ പറ്റി പറഞ്ഞു, മറ്റേത് ഒബ്ജക്റ്റ് അഡ്വാൻസ്ഡ് ഒബ്ജക്റ്റ് ഡിസൈനെ പറ്റി പറഞ്ഞു. ഡീകമ്പോസിഷൻ എന്ന് പറയുന്നിടത്ത് നമ്മൾ ഡേറ്റാബേസിന്റെ കാര്യത്തിലെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് അപ്രോച്ച് ഇംപ്ലിമെന്റ് ചെയ്യും. ഡേറ്റാബേസിന്റെ കാര്യത്തിലെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് അപ്രോച്ച് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് നിങ്ങളിപ്പോൾ കണ്ടു. അവിടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് അപ്രോച്ച് ഡേറ്റാബേസിന്റെ കേസിൽ ഇംപ്ലിമെന്റ് ചെയ്യും. അതുപോലെ തന്നെ ഡേറ്റാബേസും ഒരു എന്താ പറയണ്ടേ, യൂസറും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് നേരിട്ട് ഡേറ്റാബേസിൽ നിന്ന് എടുക്കുന്നില്ല, അതിന് പകരം ഡേറ്റ സ്റ്റോറേജ്. ആക്ച്വലി ദാറ്റ് ഡേറ്റ സ്റ്റോറേജ് ഈസ് എ പാർട്ട് ഓഫ് മിഡിൽ ലെയർ. അപ്പൊ ഡേറ്റ സ്റ്റോറേജും തമ്മിലൊരു ഇതുണ്ടാകും. ഇതുപോലെ തന്നെ ഡേറ്റാബേസിലെ എല്ലാ ഒബ്ജക്റ്റിനെ ക്ലാസ്സുകളാക്കി മാറ്റും. ഇപ്പൊ നമ്മൾ കണ്ടു കണക്ഷൻ ഒരു ക്ലാസ് ആണ്, ഇതെല്ലാം ക്ലാസ്സാണ്. ശരി, ഇനി ബൗണ്ടറി എക്സെപ്ഷൻസ് വരെ. ബൗണ്ടറി എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു ഷട്ട് ഡൗൺ വരുന്നു, അബ്നോർമൽ ഷട്ട് ഡൗൺ വരുന്നു, അല്ലെ പെട്ടെന്ന് സിസ്റ്റം വർക്ക് ആകാതിരുന്നു, അപ്പോഴൊക്കെ നമ്മൾ മുമ്പേ കണ്ട എക്സെപ്ഷൻ ക്ലാസ് ചെയ്യും.
അപ്പൊ അത് കാര്യം അറിഞ്ഞ് കറക്റ്റ് എക്സെപ്ഷൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ഈ ഡീകമ്പോസ് ചെയ്യുന്ന പെർസെന്റ് ആണ്. അതായത് തറവായിട്ട് ഇതിനെപ്പറ്റി ഐഡിയ ഉള്ള ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. അതൊന്ന്. പിന്നെ മൾട്ടി ത്രെഡിങ് എന്ന് പറയുമ്പോഴത്തേന് ഇപ്പൊ ഇത് മുമ്പേ കണ്ട പോലെ മൊബൈലിന്റെ കേസിൽ പറഞ്ഞ പോലെ മൊബൈൽ ഇപ്പം മൊബൈൽ റിപ്പയറിങ് കൊടുത്തു, അല്ലെ SMS വരുന്നു, പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഒന്ന് കഴിഞ്ഞിട്ടേ മറ്റേ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ നമ്മൾ മൾട്ടി ത്രെഡിങ്ങിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യും. ഒരിടത്ത് മൾട്ടി ത്രെഡിങ്ങിന്റെ കൺസെപ്റ്റ് ചെയ്യും. അപ്പോൾ മൾട്ടി ത്രെഡിങ്ങിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you have to extend a built-in class or implement a built-in interface. അതുപോലെ എക്സെപ്ഷന്റെ കാര്യത്തിൽ യു ഹാവ് ടു എക്സ്റ്റെൻഡ് ആണ് എക്സെപ്ഷൻ ക്ലാസ്. എക്സെപ്ഷൻ തന്നെയാണ് ആ ക്ലാസിന്റെ പേര്. യൂസിങ് ദാറ്റ് യു ക്യാൻ ക്രിയേറ്റ് യുവർ ഓൺ എക്സെപ്ഷൻ, യു ക്യാൻ ക്രിയേറ്റ് ത്രെഡ്. ഈ ത്രെഡ് തമ്മിൽ ഒരു ഡിഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജാവ കൊടുക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഒരു സ്ലീപ്പ് കൊണ്ട്. പക്ഷെ സ്ലീപ്പ് കൊണ്ട് മാത്രമായില്ല അത് ചെയ്യും. പിന്നെ ഒബ്ജക്ട് ഡിസൈൻ വരുമ്പോഴത്തേന് ഒബ്ജക്റ്റിന്റെ ഡിസൈനിൽ പറ്റുന്നിടത്തോളം ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. അതായത് ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അത് ക്ലാസ്സുകൾ കൊടുക്കുക. ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് നോക്കുക. ആ ഇൻഹെറിറ്റൻസ് പറ്റുന്നിടത്തോളം അബ്സ്ട്രാക്ട് ക്ലാസ്സുകൾ ഇതിനകത്ത് യൂസ് ചെയ്യുക. അബ്സ്ട്രാക്ട് ക്ലാസ്. ഇത്രയും കാര്യങ്ങൾ ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആ നോട്ട്സ് കൂടെ ഒന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ഇന്നലെ ഞാൻ കാണിക്കാൻ വിട്ടുപോയ കാര്യം, ഇന്നലെ നമ്മൾ ഈവന്റ് മോഡൽ എന്നൊരു സാധനം പറഞ്ഞു. അതായത് ഒരു ഈവന്റ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഈ കറക്റ്റ് അതിന്റെ ഇതിനകത്താണ്. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇന്നലെ നമ്മൾ ഈവന്റിനെ പറ്റി പറഞ്ഞു, ഡൈനാമിക് മോഡലിങ്ങിനെ പറ്റി പറഞ്ഞു. ഈവന്റ് മോഡൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. അതായത് മോഡേൺ അപ്രോച്ച് ടു ഹാൻഡിൽ ഡെലിഗേഷൻ. അതായത് ഡെലിഗേഷൻ ഈവന്റ് മോഡലിൽ ആൻ ഈവന്റ് ഈസ് ആൻ ഒബ്ജക്ട് that describes a state change in a source. Examples are pressing a button, entering a character, and selecting an item in a list. അതാണ് പറയുന്നത്. പ്രസ്സിങ് എ ബട്ടൺ, ഒരു ബട്ടൺ പ്രസ് ചെയ്യാം, ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യാം, ഓർ സെലക്ടിങ് ആൻ ഐറ്റം ഇൻ എ ലിസ്റ്റ്. ഈവൻ സോഴ്സ്, ഇത് ശ്രദ്ധിക്കുക. ഈവൻ സോഴ്സ്. A source is an object that generates an event. A source must register listener. ഇതാണ് മുമ്പ് പറഞ്ഞ ബി ഡോട്ട് ആഡ് ആക്ഷൻ ലിസണർ ലിസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ബട്ടണോട് ചേർന്ന് ഒരു ആക്ഷൻ ലിസണറിനെ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ a source is an object that generates an event. A source must register listener in order to receive notifications. If that particular AWT wants to receive notification, you have to add action listener or any other corresponding listeners to that control. അതുപോലെ തന്നെ അതിനെ നമുക്ക് അൺരജിസ്റ്ററും ചെയ്യാൻ പറ്റും. നോക്കാം. ഈവൻ ലിസണർ പറയുന്നുണ്ട്. ലിസണർ ഇസ് an object that is notified when an event occurs. First it must have been registered with. പിന്നെ ഈവൻ ക്ലാസ്, ഇതാണ് ഐറ്റം ഈവന്റ്, കീ ഈവന്റ്, ആക്ഷൻ ഈവന്റ്. ആക്ഷൻ ഈവന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നലെ ആ ഒരു 2 നമ്പേഴ്സിനെ ഇത് ചെയ്തത്. മൗസ് ഈവന്റ്, ടെക്സ്റ്റ് ഈവന്റ്, സോഴ്സസ് ഓഫ് ഈവന്റ്സ്, ബട്ടൺ ജനറേറ്റ്സ് ആക്ഷൻ ഈവന്റ് വെൻ ബട്ടൺ ഈസ് പ്രസ്ഡ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നമുക്ക് നിങ്ങളുടെ നോട്ട് നോക്കാം.
ഇതാണ് നമ്മൾ മുമ്പേ നോക്കിയ യൂസർ മാനേജ്മെന്റ്, പർച്ചേസ് എന്ന് പറയുന്ന ആ ഒരു ഇതാണ്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. കപ്ലിംഗ് ഇൻഫർമേഷൻ, യൂസർ മാനേജ്മെന്റ്. ഇത് ഞാൻ പേര് കാണിച്ചു, നിങ്ങളുടെ മുന്നിൽ നല്ലപോലെ വരച്ചു വെച്ചിട്ടുണ്ട്. യൂസർ മാനേജ്മെന്റ് ഇതുണ്ട്. ഇത് ഒരു ഇതാണ്. ഇത് ശരിക്കും കൊഹസീവ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു യൂണിറ്റ്. ഇതിനെ പുറത്തുനിന്നുള്ള ഒരു യൂണിറ്റ്, ഇതിനെ വേണമെങ്കിൽ ഒരു കമ്പോണന്റ് എന്ന് പറയാം. അങ്ങനെ അല്ല, ഇതാണ് ഞാൻ പറഞ്ഞത് യൂസർ മാനേജ്മെന്റ്, പ്രോഡക്റ്റ് ഗാലറി. ഇതിങ്ങനെ ഡേറ്റാബേസുമായിട്ട് ചെയ്യുന്നു. ഇവിടെ ഡയറക്റ്റ് ആക്സസ് ആണ്, പക്ഷെ ഈ ഡയറക്റ്റ് ആക്സസ് ഇപ്പം പ്രിഫർ ചെയ്യുന്നില്ല. ഇതാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഇത് ഡയറക്റ്റ് ആക്സസ് കൊടുക്കാതെ ഇവിടെ ഈ ഒരു മാനേജ്മെന്റ് സിസ്റ്റം വഴി ഡേറ്റാബേസിലേക്ക് വരിക. നോട്ട് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് ഇതിന്റെയാണ്. ഇതാണ് ഒരു മൊബൈലിന്റെ ആപ്ലിക്കേഷൻ പറയാണ്. എന്നിട്ട് എഡിറ്റ്, കോണ്ടാക്ട്, കണക്ഷൻ ടു ബേസ്, ഇതെല്ലാം ഓരോരോ ത്രെഡുകളായിട്ട് വരും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യുകയും ചെയ്തു ഓവർ ഇത് വരെ. ഇവിടെ ഇതിന്റെ കുറെ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. ഇത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആണെങ്കിൽ ഡേറ്റാബേസ്, അപ്പോൾ കോംപ്ലക്സ് ഡേറ്റ ഉണ്ട്, ഇവിടെ ബേസിക് ഡേറ്റ കാണിക്കുന്നുണ്ട്, ഡേറ്റ എന്താണെന്ന് പറയുന്നുണ്ട്. ഇത് റിലേഷൻ ആയിട്ടാണ് RDBMS. അത് RDBMS ഇപ്പൊ നിങ്ങൾക്ക് അറിയാം. ഒബ്ജക്റ്റ് ഓറിയന്റഡിൽ അതെല്ലാം ക്ലാസ്സുകളാണ്. ക്വറീസ്, അതായത് ഇപ്പൊ നമ്മൾ മുമ്പേ കണ്ട സെലക്ട് സ്റ്റാർ എന്നൊക്കെ പറയുന്നത് ഒരു കണക്ഷൻ C1 C1 ഡോട്ട് ഗെറ്റ് പറഞ്ഞല്ലോ, അതാണ് സാധനം. പിന്നെ ഏറ്റവും പ്രധാനം, ഇത് ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് ഇതിന്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഉണ്ട്, പോളിമോർഫിസം ഉണ്ട്. വേറെ ക്ലാസ് ക്യാൻ ഡിഫൈൻ മൾട്ടിപ്പിൾ മെത്തേഡ്സ് വിത്ത് ദ സെയിം നെയിം, ദെയർബൈ അലവിംഗ് ഡിഫറെന്റ് ഒബ്ജക്റ്റ് ടു റെസ്പോണ്ട് ഡിഫറെന്റ്ലി ടു ദ സെയിം മെസ്സേജ്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. അതായത് ഒരു ക്ലാസ്സിന് മൾട്ടിപ്പിൾ മെത്തേഡ്സ് വിത്ത് ദ സെയിം നെയിം, ദെയർബൈ അലവിംഗ്. പക്ഷെ സെയിം നെയിം എന്ന് പറഞ്ഞാൽ പോരാ, നെയിമിനകത്ത് ദാറ്റ് വിൽ ഗിവ് ഡിഫറെന്റ് പിന്നെ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്. ക്വറി ലാംഗ്വേജസ് ഉണ്ട്, ഒബ്ജക്റ്റ് ലാംഗ്വേജസ് ഉണ്ട്. സെക്യൂരിറ്റി ഏറ്റവും ഇതായിട്ട് കിട്ടും, ലിമിറ്റഡ് നമ്പർ സെക്യൂരിറ്റി മോഡൽസ് ഉണ്ട്. പിന്നെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. പൊതുവെ ഇപ്പൊ RDBMS, SQL സെർവർ ഇതൊക്കെ ആണെങ്കിലും ഇതിനും ഒബ്ജക്റ്റ് ഓറിയന്റഡ് അപ്രോച്ചുകൾ ഉള്ള ഫെസിലിറ്റീസ് ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഇതാണ് പറഞ്ഞത്. നിങ്ങളുടെ ഇതില് ഒരു ഈവന്റ് ഡ്രിവൺ ഇത് കണ്ടോ, ഇതൊരു സാധാരണ പ്രോഗ്രാമായിരുന്നു, സാധാരണ ഒരു പ്രോഗ്രാമാണ്. ഇതിനെ ഈവന്റ് ഡ്രിവൺ ആക്കി മാറ്റുന്ന, അത് നിങ്ങൾ വായിച്ചു നോക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും നല്ല ഞാൻ ആ കാണിച്ച പ്രോഗ്രാം ആയിരിക്കും. ഇത് ഈവന്റ് ഡ്രിവൺ പ്രോഗ്രാമായിട്ട് ബട്ടൺ വെച്ച് ചെയ്തിരിക്കുക. മൾട്ടിപ്ലിക്കേഷൻ ബട്ടണും അതുപോലെ തന്നെ ഇത് ഇച്ചിരൂടെ എളുപ്പമായിട്ട് ചെയ്യാവുന്ന പ്രോഗ്രാമാണ് ഇതൊക്കെ. പിന്നെ ത്രെഡ്, ഇതാണ് ഞാൻ പറഞ്ഞ ഇംപ്ലിമെന്റ്സ് റണ്ണബിൾ. എന്നിട്ട് ത്രെഡ് പറഞ്ഞു, റൺ ത്രെഡ് പറഞ്ഞു. ഇതൊക്കെ എനിക്ക് നിങ്ങൾ ആ നോട്ട് നോക്കി എഴുതിയാൽ അതായിരിക്കും. ഇച്ചിരി ഇത് നോക്കുന്നതിന് കുഴപ്പമില്ല. ഇഫ് യു ആർ ഓക്കെ യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് ഇതായിട്ടാണ്. ത്രെഡ് റണ്ണിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഇത് ചെയ്യാനായിട്ട്. ഇവിടെ കണ്ടോ സ്ലീപ്പ് എന്ന് കൊടുത്തിരിക്കുന്നു, സ്ലീപ്പ് എന്ന് കൊടുത്തിരിക്കുന്നു. ഇതാണ് സ്റ്റാർട്ടിങ് ബൗണ്ടറി കണ്ടീഷൻ. ഈ ബൗണ്ടറി കണ്ടീഷൻ ആണ് എക്സ്റ്റേണൽ എക്സെപ്ഷൻ ആയിട്ട് വരുന്നത്. അവിടെ എക്സെപ്ഷൻ ഉണ്ട്. ആഡ് പ്രോഡക്റ്റ്, നമ്മൾ പവർ പോയിന്റ് കാണിച്ച സാധനം തന്നെ. അപ്ഡേറ്റ് പ്രോഡക്റ്റ്, ഇത് ഇവിടെ പറയുന്നുണ്ട് എക്സെപ്ഷൻ ഡ്യൂ ടു ഹാർഡ്വെയർ ഫെയിലർ, സോഫ്റ്റ്വെയർ. ഇതിനെല്ലാം നമ്മൾ എക്സെപ്ഷൻസ്, പ്രോപ്പർ എക്സെപ്ഷൻസ് യൂസ് ചെയ്യും. ഇതിന്റെ ഒരു ആക്ടറും ഇത് വെച്ച് വരച്ചു. ഇനി ഒബ്ജക്റ്റ് ഡിസൈൻ പറയുകയാണ്. ഒബ്ജക്റ്റ് ഡിസൈൻ്റെ ആ സ്റ്റെപ്സ് അത് നമ്മൾ പറഞ്ഞായിരുന്നു. ഹൈ ലെവൽ റിക്വയർമെന്റ്, ലോ ലെവലുമായിട്ട് വേണം. യൂസ് കേസ്, ഫോർമുലേറ്റിംഗ് അൽഗോരിതം, അൽഗോരിതം എങ്ങനെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഇതിനകത്ത്. ഇതാണ് ഞാൻ ആ വരച്ചിരുന്ന സാധനം. ഇടയ്ക്ക് ഇതേ ബിസിനസ് ലോജിക്ക് വന്നിരിക്കുന്നു. ഹിയർ ദർ ഈസ് ഫ്രണ്ട് എൻഡ്, ഹിയർ ബിസിനസ് ലോജിക്, ഹിയർ ഡേറ്റ ടയർ.
ഡേറ്റാ ടയർ ശരിയാണ്, ഞാൻ പറയാൻ വിട്ടുപോയി. ഡേറ്റാ ടയർ എന്ന് പറയും. മിഡിൽ ടയർ, ഡേറ്റാ ടയർ, ക്ലയന്റ് ടയർ. ഇതാണ് ഫ്രണ്ട് എൻഡ് എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. ഇത് ബാക്ക് എൻഡ് എന്ന് പറയുന്നതാണ് ഡേറ്റാ ടയർ. ഇത് മിഡിൽ ടയർ ആണ്. ദാറ്റ് ഈസ് ലോജിക്. യൂസ് കേസ് അൽഗോരിതം ചൂസ് ചെയ്യുന്നതിനകത്ത് പറയുന്ന കാര്യമാണ് കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി, അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഇതുണ്ട്. പിന്നെ സെലക്ടിങ് ഡേറ്റ സ്ട്രക്ചർ, ഡിസൈൻ ഓപ്റ്റിമൈസേഷൻ. ഒരു ATMന്റെ എക്സാമ്പിൾ ഒക്കെ ഉണ്ട്, അത് നമ്മൾ വായിച്ചു നോക്കാം. ട്രിഗറിങ് ഈവൻസ് അതിനകത്ത് പറയുന്നുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഇൻഹെറിറ്റൻസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റീഅറേഞ്ചിങ് ക്ലാസസ് ആൻഡ് ഓപ്പറേഷൻസ്, അതായത് ക്ലാസസിനെയും ഇതാണ് അതിൻ്റെ അകത്ത് കോറായിട്ടുള്ള കാര്യം ഇവിടെ പറയുന്നതാണ്. റീഅറേഞ്ച്മെന്റ് ഓഫ് ക്ലാസസ് ആൻഡ് ഓപ്പറേഷൻസ് ടു ഓഗ്മെന്റ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസസിനെ ഓപ്പറേഷൻസിനെ റീഅറേഞ്ച് ചെയ്യാം. അപ്പൊ അതിന്റെ പ്രോപ്പർ വേയിൽ തന്നെ റീഅറേഞ്ച് ചെയ്യും. അബ്സ്ട്രാക്ഷൻ ഓഫ് കോമൺ ബിഹേവിയർ, അത് ഗ്രൂപ്പ് ഓഫ് ക്ലാസസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് കോമൺ ഇതിനെ അബ്സ്ട്രാക്ട് ചെയ്യണം. അസോസിയേഷൻസ് വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ആദ്യം നമ്മൾ കാർ ടൈപ്പ് എന്ന് പറഞ്ഞു, പിന്നെ ഇവിടെ നെയിം കൊടുത്തു, പ്രൈസ് കൊടുത്തു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് ഇതിന്റെ സ്ട്രിങ്ങും ഈ കാര്യങ്ങൾ കൊടുത്തു, ഇവിടെ കൊടുത്തു, കാർ ഡീറ്റെയിൽസ് കൊടുത്തു. ഇവിടെ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് റെപ്രസെന്റേഷൻ, അതായത് ഇങ്ങോട്ട് വന്ന് പിന്നെ അനാലിസിസ് മോഡലിൽ നിന്ന് ഡിസൈൻ മോഡലിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ നെയിംന്നേ പറഞ്ഞുള്ളൂ. അതെന്താണെന്ന് ഇവിടെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അതിന്റെ ഐഡിയ കിട്ടിക്കാണെന്ന് തോന്നുന്നു. അതായത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ അതിന്റെ ഡേറ്റ ടൈപ്പ്, ഇവിടെയും ഡേറ്റ ടൈപ്പ്, ഇവിടെ ഡേറ്റ ടൈപ്പ് പറയുന്നില്ല, വെറുതെ പറയുന്നേ ഉള്ളൂ. ഇവിടെയും ഡേറ്റ ടൈപ്പ് പറയും. അപ്പൊ ഡിസൈൻ മെത്തേഡിൽ യു ഹാവ് ടു സ്പെസിഫൈ വിച്ച് ഡേറ്റ ടൈപ്പ് യു ആർ യൂസിങ്. ഇത് അനാലിസിസ് മോഡലിലെ ജസ്റ്റ് ക്ലാസ്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് ഡേറ്റ ടൈപ്സ് പറയുന്നു. റിട്ടേൺ ടൈപ്പ് ഉണ്ടെങ്കിൽ അത് പറയുന്നു. ഇപ്പൊ മെത്തേഡ്സ് ഇവിടെ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടോ, ഇവിടെ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, അനാലിസിസ് ടൈമിൽ ഉണ്ടാകുന്ന വിസിബിലിറ്റി ആയിരിക്കില്ല മറ്റേ ഡിസൈൻ ടൈമിൽ ഉണ്ടാകുന്നത്. അനാലിസിസ് ടൈമിൽ പ്ലസ് നെയിം കൊടുത്തു, ഇവിടെ നമ്മൾ മൈനസ് നെയിം. അപ്പൊ പ്ലസ് നെയിം മൈനസ് നെയിം എന്ന് പറയുമ്പോൾ എന്തായി? ആദ്യ അനാലിസിസിന്റെ സമയത്ത് അനലൈസ് ചെയ്ത ആള് പബ്ലിക് ആയിട്ട് കൊടുത്ത ഒരു കാര്യം ഇത് ഡീകമ്പോസ് ചെയ്ത ഒരാളെ സംബന്ധിച്ച് തോന്നി അത് പബ്ലിക് ആക്കണ്ട. അപ്പൊ എന്ത് ചെയ്തു? നെയിം എന്ന് പറയുന്നത് അതെല്ലാം പ്രൈവറ്റ് ആക്കി. അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇത് വൺ വേ അസോസിയേഷൻ, അതാണ് ഞാൻ പറഞ്ഞ ലോഗിൻ എന്ന് പറയുന്ന അപ്രോപ്രമായിട്ട് പറയുന്നത്. അപ്പൊ ഇപ്പോ ഒരുവിധം നമ്മൾ അതിന്റെ എല്ലാ ഇതിലും പോയി നിങ്ങളുടെ നോട്ടും കാര്യങ്ങളും എല്ലാം ഇത് ചെയ്തു. ഞാൻ ഒന്നുകൂടെ അതിന്റെ ഒന്ന് ഇത് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് റിവ്യൂ ചെയ്തിട്ട് ക്ലോസ് ചെയ്തു. അതായത് ഒരു രണ്ട് ഇതായിട്ടാണ് അനാലിസിസ് ക്ലാസിന്റെ അനലൈസ് ചെയ്ത സമയത്തെ ക്ലാസ്സുകളും ഡിസൈൻ ചെയ്ത സമയത്തെ ക്ലാസ്സുകളും മേ ബി എൻറ്റയർലി ഡിഫറെന്റ്. അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യു ആർ നോട്ട് ഗോയിങ് ഇൻ ഡീറ്റെയിൽ ഇൻഹെറിറ്റൻസിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി. ഡീകമ്പോസിഷന്റെ സമയത്ത് അനലൈസ് ചെയ്യുകയോ ഒബ്ജക്ട് ഡിസൈൻ അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇൻഹെറിറ്റൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അസോസിയേഷൻസിനെ മോഡിഫൈ ചെയ്യുന്നുണ്ട്. യു ആർ ക്രിയേറ്റിംഗ് എ ടയർ സ്ട്രക്ചർ, ഫ്രണ്ട് എൻഡ് സ്ട്രക്ചർ, മിഡിൽ ലെയർ ആൻഡ് ബാക്ക് എൻഡ്. അതുപോലെ തന്നെ ഡേറ്റാബേസിനെ തന്നെ ഡേറ്റാബേസ് എന്നും ഡേറ്റ സ്റ്റോറേജ് എന്നും. ആക്ച്വലി ഡേറ്റ സ്റ്റോറേജ് ഈസ് വിത്തിൻ ദി ബിസിനസ് ലോജിക്. ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദെൻ യു ആർ മേക്കിംഗ് ഡേറ്റാബേസ് ഒബ്ജക്ട് ഓറിയന്റഡ്. ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പിന്നെ ക്ലാസ് ആണ്. ഡേറ്റാബേസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആക്കി പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ പറഞ്ഞത് കണക്ഷൻ സി എന്ന് പറയും. കണക്ഷൻ സി എന്ന് പറയുമ്പോൾ കണക്ഷൻ എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണ്. അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് തന്നെയാണ് പറഞ്ഞത് സി ഡോട്ട് ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ്.
അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകൾ വഴി നമ്മൾ ഇതിനെ ഇത് ചെയ്യും. അപ്പം ആദ്യം തന്നെ ഡീകമ്പോസ് ചെയ്യുന്നു. ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഏതൊക്കെ എങ്ങനെയൊക്കെ ഡീകമ്പോസ് ചെയ്യണമെന്നാണ് ഡേറ്റാബേസ്, ബിസിനസ് ലോജിക്ക്, ഫ്രണ്ട് എൻഡ്, ഇത് മൂന്ന് സെപ്പറേറ്റ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് യു ഹാവ് ടു ഐഡന്റിഫൈ ഇഫ് ദർ ഇസ് എനി ത്രെഡ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു സിൻക്രണൈസ് ദീസ് ത്രെഡ്സ്. Otherwise, there may be a collision between the threads. പിന്നെ ബൗണ്ടറി കണ്ടീഷൻ, യു ഹാവ് ടു ഐഡന്റിഫൈ ബൗണ്ടറി കണ്ടീഷൻ. അതായത് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അബ്നോർമൽ ഷട്ട് ഡൗൺ, അവിടെ യു ഹാവ് ടു യൂസ് എക്സെപ്ഷൻസ്. പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രൊസീജിയർ അപ്രോച്ച് ആസ് ഫാർ ആസ് പോസിബിൾ കൺവേർട്ട് ടു ദാറ്റ് ഈവന്റ് ഡ്രിവൺ പ്രോഗ്രാം. അതായത് ഓൾമോസ്റ്റ് ഓൾ പ്രോജക്ട്സ് മേ ബി GUI based. So if you are going to GUI based program, you have to use event based. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ചെയ്യണം. പിന്നെ ത്രെഡിനുള്ള പ്രോഗ്രാമിന്റെ ഐഡിയ കാണിച്ചു. ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ത്രെഡ് ഉണ്ട്, അതിനകത്ത് ത്രെഡ് തമ്മിൽ സ്ലീപ്പ് കൊടുക്കുന്നുണ്ട്. ഇനി ത്രെഡ് കൊളൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി സിൻക്രണൈസ് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുന്നുണ്ട്. ആ കീവേഡ് കൊടുക്കുന്നത് നമ്മൾ കാണിച്ചു. അപ്പം ത്രെഡിനെ പറ്റിയുള്ള ഐഡിയ കിട്ടി. കീവേഡ് കൊടുക്കുന്നതായിരിക്കും. ബിസിനസ്സിലെ ലോജിക്ക് ഇടയ്ക്കുള്ളത് പറഞ്ഞു, ഫ്രണ്ട് എൻഡ് പറഞ്ഞു, ബാക്ക് എൻഡ് പറഞ്ഞു, ഡേറ്റാബേസിലെ 2 കമ്പോണൻസ് പറഞ്ഞു, ഡേറ്റ സ്റ്റോറേജിന്റെ കമ്പോണന്റ് പറഞ്ഞു. പിന്നെ യൂസ് കേസ് ഡയഗ്രാം, അതായത് എക്സെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ മൊഡ്യൂള് ആസ് ഫാർ ആസ് പോസിബിൾ യൂസ് കേസ് ഡയഗ്രാംസ് യൂസ് ചെയ്യാം. ആക്ടർ, യൂസ് കേസ്, ആ യൂസ് കേസിനകത്ത് ഷട്ട് ഡൗൺ, ഇതുപോലുള്ള കാര്യങ്ങൾ അവിടെ വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇത് കൊഹസീവ് ആയിരിക്കാം, അകത്തെ കമ്പോണൻസ് സ്ട്രോങ് ആയിട്ടുണ്ട്, അതേസമയം തന്നെ പുറത്തുള്ളതുമായിട്ട് ലൂസ്ലി കപ്പിൾഡ് ആയി. ലൂസ്ലി കപ്പിൾഡ് എന്തുകൊണ്ടാണ്? ലൂസ്ലി കപ്പിൾഡ് എന്ന് പറയുന്നത് ഇത് പിന്നെ എപ്പം വേണമെങ്കിലും നമുക്കത് റിമൂവ് ചെയ്യാം. അതാണ് ലൂസ്ലി കപ്പിൾഡ്. ഇനി മറ്റേതാണ് നമ്മുടെ എന്താണ് അഡ്വാൻസ്ഡ് ക്ലാസ് ഡിസൈൻ. അഡ്വാൻസ്ഡ് ക്ലാസ് ഡിസൈനിൽ യു മസ്റ്റ് യൂസ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യണം, അതുപോലെ തന്നെ പാക്കേജസ് യൂസ് ചെയ്യണം. പിന്നെ അവിടെ എക്സെപ്ഷൻ യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യണം, പാക്കേജ് യൂസ് ചെയ്യണം. യു ഹാവ് ടു ഐഡന്റിഫൈ ദ ഇൻഹെറിറ്റൻസ്. സപ്പോസ് ദ ക്ലാസ്, ഇപ്പൊ നിങ്ങൾ ഒരു കോളേജ് ലൈബ്രറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് കോളേജ് പറഞ്ഞു സബ് ക്ലാസ് ആയിട്ട് ലൈബ്രറി ഇതെല്ലാം എടുത്തു. അപ്പൊ അവിടെ വരാൻ പോകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ there may be multiple inheritance far below. അവിടെ സെക്യൂരിറ്റി പ്രോബ്ലംസ് വരാം. സെക്യൂരിറ്റി പ്രോബ്ലംസ് വരികയാണെങ്കിൽ സെക്യൂരിറ്റി എക്സെപ്ഷൻ കൊടുക്കാം. നെറ്റ്വർക്കിന്റെ പ്രോബ്ലംസ്, അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് എൻവയൺമെന്റ്. ഡിസ്ട്രിബ്യൂട്ടഡ് എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ റിമോട്ടിന്റെ ഒരു നടക്കുന്നു, റിമോട്ടിൽ നിന്ന് നമ്മൾ ഒരു ഒബ്ജക്റ്റ് എടുക്കാൻ നോക്കുന്നു, there may be an exception. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു സ്പെസിഫിക് പൈത്തണ അതിന്റെ ഇതുണ്ട്, ജാവയ്ക്ക് അതിന്റെ ഇതുണ്ട്. ആ എക്സെപ്ഷനെ യു ഹാവ് ടു ഇമ്പോർട്ട്. എന്നിട്ട് ആ എക്സെപ്ഷൻ ഇമ്പോർട്ട് ചെയ്ത് നെറ്റ്വർക്ക് എക്സെപ്ഷൻ, ആ നെറ്റ്വർക്ക് എക്സെപ്ഷൻ വഴി നമ്മൾ റിമോട്ടിന്റെ ഇത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു, ഇൻഹെറിറ്റൻസിന്റെ പറഞ്ഞു. ഇനി അതിനകത്ത് കാര്യമായിട്ടൊന്നും അങ്ങനെ നമുക്ക് പറയാനില്ല. നമുക്ക് ഈ ഈവന്റോടെ ഒന്ന് ഈവന്റ് അതായത് ഇതെല്ലാം ഈ ഈവന്റുകളെല്ലാം തന്നെ ഇപ്പൊ
ഇതിനകത്ത് പറഞ്ഞല്ലോ, യു ഹാവ് ടു കൺവേർട്ട് ദ പ്രൊസീജിയർ ഓറിയന്റഡ് ലാംഗ്വേജ് ടു ഈവന്റ് ബേസ്ഡ് ലാംഗ്വേജ്. അപ്പൊ ഇവിടെ നമ്മൾ ആക്ഷൻ ഈവന്റ്, ഐറ്റം ഈവന്റ്, മൗസ് ഈവന്റ്, ഇതുപോലത്തെ ഒരുപാട് ഈവന്റ്സ് യൂസ് ചെയ്യാം. സീക്വൻസ് ഓഫ് ഈവന്റ്സ്, അത് ഒരുപക്ഷെ കണ്ടെയ്ൻ ഓൾ ഈവന്റ്സ് ആകാം. പിന്നെ സ്റ്റേറ്റ് പറയുന്നു, എവരി സ്റ്റേറ്റ് ആസ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. സ്റ്റേറ്റ് മെഷീൻ ഡയഗ്രാം, independently sequence diagram, dynamic model, substate, event, mouse click, button click, ഒബ്ജക്റ്റ് ഒരു സമയത്തെ ഒരു വാല്യൂ എന്നുള്ളതേ ഉള്ളൂ. സ്റ്റേറ്റ് ഡയഗ്രാം, ഈവന്റ്, ആക്ഷൻ ഓറിയന്റഡ് റിസൾട്ട്, ഹാസ് നോ സ്പെസിഫിക് ടൈം, ഒക്കറൻസ് ആണ്. സ്പെസിഫിക് ടൈം എന്ന് പറഞ്ഞാല് ദാറ്റ് ഈവന്റ് മേ റിമെയിൻ ഫോർ എ പർട്ടിക്കുലർ ടൈം. അവിടെ നിന്ന് നിങ്ങൾ അടുത്ത ഒരു ഈവന്റ് വരുമ്പോഴത്തേനും അത് മാറുന്നതാണ് അതിന്റെ അർത്ഥം. 2 events can take place at സെയിം ടൈം ഓർ വൺ ആഫ്റ്റർ ടൈം. സെയിം ടൈമിൽ നിൽക്കുമ്പോഴത്തേനും അത് കൊളിഷന്റെ ഇതാവും. അവിടെ യു ഹാവ് ടു യൂസ് എക്സെപ്ഷൻ. ഈവന്റ് ക്ലാസ്സസ് ഉണ്ട്, ആക്ഷൻ ഈവന്റ് പോലെ. ഇംപ്ലിസിറ്റ് ആട്രിബ്യൂട്ട് ആണ് ഈവന്റിന്റെ എല്ലാം ഇംപ്ലിസിറ്റ് ആട്രിബ്യൂട്ട് ആണ്. ഈവന്റ്സ് കൺവേ ഡേറ്റ ഓർ സിഗ്നൽ. കമ്പാർട്ട്മെന്റ്, അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇത് ചെയ്തു എലമെന്റ്സ് ഓഫ് അതൊന്നും ഇപ്പൊ ഇതിനകത്ത് വന്നിട്ടില്ല. സിഗ്നല്, അപ്പൊ നമുക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾ ഈ ഇത് ചെയ്ത ഈ സംഗതികളെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. ഏതായാലും എപ്പോഴും ശ്രദ്ധിക്കുക, ഡീകമ്പോസിഷന്റെ ടൈമിലാണ് നമ്മൾ ആക്ച്വൽ പ്രോജക്റ്റ് നടക്കുന്നത്. ഡീകമ്പോസിഷന്റെ സമയം, ഡീകമ്പോസിഷൻ വരെ ക്ലാസ്സസും മെസ്സേജസും കണക്ഷൻസും മാത്രമായിട്ട് നിൽക്കും. ഡീകമ്പോസിഷന്റെ സമയത്താണ് നമ്മൾ പ്രോപ്പർ ഇൻഹെറിറ്റൻസും പ്രോപ്പർ പ്രോപ്പർ കണക്ഷനും എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ.